എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും ആ മരം കാണാൻ സാധിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മുകൾ ഭാഗത്ത് ഒരു മരമുണ്ടെങ്കിൽ താഴ്ഭാഗത്തുള്ള ആൾക്ക് കാണാൻ സാധിക്കുമോ? എന്ന് വെച്ചാൽ ഭൂമി പരന്നു കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് എന്ന ആശയമാണ് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ. സമയത്തിന്റെ പരിമിതി പേടിച്ച് ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും അവസാനം, ഇന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ത്രിയേകത്വം എന്ന് പറയുന്ന അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് പോലും, എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ 3 പേർ ചേർന്നിട്ടുള്ള ഒരു ദൈവമാണ്, 3 പേർ ചേർന്നിട്ടുള്ള ഒരു മുക്കൂട്ട് സഖ്യമാണ് എന്ന് ഇന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന് പോലും ഇന്ന് ബൈബിളിൽ തെളിവില്ല എന്നതാണ് സത്യം. ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ഒരൊറ്റ വചനം പോലും ബൈബിളിൽ ഇല്ല. എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ബൈബിളിൽ ഇപ്പോഴും ലഭ്യമായിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളിൽ കിങ് ജെയിംസ് വേർഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ for there are 3 that bear witness in heaven, the Father, the Word and the Holy Spirit, and these 3 are one. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഫൈനല്ലദീന യഷ്ഹദൂന ഫിസ് സമാഇ ഹും സലാസ അൽ ആബ് വൽ ഇബ്നു വർ റൂഹുൽ ഖുദുസ് വഹഉലായി സലാസഹും വാഹിദ് എന്നിങ്ങനെ പറഞ്ഞ് ബൈബിളിൽ ഇന്ന് നമുക്ക് കാണാവുന്ന ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഇറങ്ങുന്ന ഞാൻ ഈ കാണിക്കുന്ന ബൈബിളിൽ അത് കാണാനില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആധുനിക ക്രൈസ്തവ പണ്ഡിതന്മാർ അതേക്കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞത് ഇത് ബൈബിളിലേക്ക് 14ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഗ്രീക്ക് ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ബൈബിളിലെ അതിന്റെ പതിപ്പുകളിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയില്ല. പ്രസില്യൻ എന്ന് പറയുന്ന ഒരാൾ പിൽക്കാലത്ത് കയറ്റി കൂട്ടിയതാണ് ഈ വചനം പഴയ കാലത്തെ മാനുസ്ക്രിപ്റ്റുകളിൽ കയ്യെഴുത്ത് പ്രതികളിൽ കാണാൻ കഴിയാത്തത് കൊണ്ട് അത് ബൈബിളിൽ നിന്ന് പകരം മാറ്റി ഇപ്പോൾ പുതിയ വചനം ഫിറ്റ് ചെയ്ത് ബൈബിൾ ഇറക്കുന്ന ഘട്ടത്തിലേക്ക് ക്രൈസ്തവ സഹോദരങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ വചനമാണെന്നും ദൈവത്തിന്റെ ഗ്രന്ഥമാണെന്നും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എന്നതുപോലെ ഇനി ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അനേകം വചനങ്ങൾ പരസ്പരം വിരുദ്ധങ്ങളാണ്. എന്റെ സാക്ഷ്യം, എനിക്ക് എന്റെ സാക്ഷ്യം മതി എന്ന് ഒരിടത്ത് ബഹുമാനപ്പെട്ട യേശു പ്രവാചകൻ പറയുന്നെങ്കിൽ എന്നെ കുറിച്ച് എന്റെ സാക്ഷ്യം എനിക്ക് പോരാ എന്ന് അദ്ദേഹം പറയുന്നത് അപ്പുറത്ത് കാണാം. ഇങ്ങനെ തുടങ്ങി അവസാനം യേശു ക്രിസ്തു മരിക്കുന്ന സമയത്ത് ഏലി ഏലി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് കരഞ്ഞു പ്രാഗിക്കൊണ്ടാണ് ചില സുവിശേഷങ്ങളിൽ യേശു മരിക്കുന്നതെങ്കിൽ മറ്റു ചിലയിടത്ത് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും അവസാനത്തെ ജീവിതത്തിലെ അവസാനമായി പറഞ്ഞ വാക്കെന്ത് എന്ന് പോലും ബൈബിളിന് കൃത്യമായ ഒരു അഭിപ്രായ ഐക്യമില്ലാത്ത വിധം വൈരുദ്ധ്യങ്ങളുടെ ഒരു ഘോഷയാത്ര ബൈബിളിൽ കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മുമ്പ് വന്ന മോശ പ്രവാചകൻ അവതരിപ്പിച്ചു തന്ന തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തെ നിങ്ങൾക്ക് വാസ്തവമാക്കി തരാനും എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹ്മദ് എന്ന സ്ഥാനപ്പേരുള്ള ബഹുമാനപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സുവിശേഷം അറിയിക്കാനുമാണ് ഞാൻ നിങ്ങളിലേക്ക് നിയുക്തനായത് എന്ന് വിശുദ്ധ ഖുർആൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി ബൈബിളിൽ അപ്രസ്താവന കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനം യേശു ക്രിസ്തു പറയുന്നത് ഞാൻ പ്രവാചകന്മാരെയോ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഇന്ന് തൗറാത്താണ് എന്ന് ക്രിസ്ത്യാനികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം എന്ന് തുടങ്ങി 5 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗത്തെയാണ് ന്യായപ്രമാണം എന്ന സ്ഥാനപ്പേര് വിളിക്കുന്നത്. ഞാൻ പ്രവാചകന്മാരെയോ ന്യായപ്രമാണത്തെയോ നിരൂപിക്കാൻ വന്നു എന്ന് നിങ്ങൾ കരുതരുത്. നിരൂപിക്കാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്, തസ്ദീഖ് ചെയ്യാനാണ് ഞാൻ വന്നത് എന്നതുപോലെ വമുബശ്ശിറൻ ബിനബിയ്യിൻ മിൻ ബഅദി എന്നതിന്റെ വിശദീകരണം നേരത്തെ എനിക്ക് മുമ്പ് വിഷയാവതരണം നടത്തിയപ്പോൾ ഫൈസൽ ഉസ്താദ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തനം ഭയപ്പെട്ട് ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പൂർവ്വകാലത്തുള്ള വേദഗ്രന്ഥങ്ങളിൽ മുഅ്മിനീങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. എല്ലാം
മുനസ്സലും മിനല്ലാഹി, എല്ലാ വേദഗ്രന്ഥങ്ങളും അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആ ഇറക്കപ്പെട്ടത് രൂപത്തിൽ അതേ ഭാവത്തിൽ വിശുദ്ധ ഖുർആൻ ഒഴികെയുള്ള മറ്റൊരു ഗ്രന്ഥവും ഇന്ന് സംരക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ആ സംരക്ഷിക്കപ്പെട്ടു എന്ന് അവർ അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് സമയ സന്ദർഭങ്ങളിൽ നമുക്ക് ഇടപെടാമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ഗ്രഹിക്കാനും സത്യത്തിന്റെ മാർഗത്തിന്റെ കാവലാളുകളാവാനും അതിന്റെ പ്രചാരകരാവാനും നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയാവതരണത്തിൻ്റെ 2 ഘട്ടങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത സമർത്ഥിച്ചുകൊണ്ട് ബഹുമാന്യരായ ഫൈസൽ അഹ്സനിയും ക്രൈസ്തവ വേദഗ്രന്ഥമായ ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സജീർ ബുഖാരിയും നമ്മോട് സംസാരിച്ചു. വിഷയാവതരണത്തിൻ്റെ അവസാന ഘട്ടം മറ്റ് വേദഗ്രന്ഥങ്ങളെ പരാമർശിച്ചുകൊണ്ട് ബഹുമാന്യരായ ഫൈസൽ അഹ്സനി ഉളിയിൽ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ഉർസില റഹ്മത്തൽ ലിൽ ആലമീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. വേദിയിലിരിക്കുന്ന ബഹുവന്ദരായ പണ്ഡിതന്മാരെ, ഞങ്ങളെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, വിവിധങ്ങളായ ആശയങ്ങളും മതവിചാരങ്ങളും ദർശനങ്ങളും ഉള്ള ഒരു പരിതസ്ഥിതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ ഏകമായ വേര് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തുറന്ന സദസ്സിലാണ് നമ്മളുള്ളത്. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസ രീതികളും പഠനവിധേയമാക്കിയാൽ ഒരുപാട് വിഭിന്നതകളും വ്യത്യസ്തതകളും നമുക്ക് കാണാൻ പറ്റുമെങ്കിലും പൊതുവായി നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ എല്ലാം അവസാനം ഏകമായ ചില സത്യങ്ങളിൽ നിന്ന് ഉറവയെടുത്തതാണ് എന്ന് കണ്ടെത്താൻ പറ്റും. വേണമെങ്കിൽ നമ്മളെ സാധാരണ ഭാഷയിൽ പറയാറുള്ളത് പോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ബഹുത്വത്തിൽ കാണാൻ പറ്റുന്ന ഒരുതരം ഏകത്വം എന്ന് അതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അത് എല്ലാ രംഗത്തുമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭാഷ. ഇന്ത്യ രാജ്യത്ത് തന്നെ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. ലോകത്തെ മൊത്തം ഭാഷകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പുരുഷായുസ് കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റാത്തത്ര വിഭിന്നങ്ങളായ ഭാഷയുണ്ട്. പക്ഷേ ഈ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന ഇത്രയും ഭാഷയെപ്പറ്റി ആധികാരികമായി പഠിച്ച അമേരിക്കയിലെ സാമൂഹ്യ നിരൂപകനും ഭാഷാ പണ്ഡിതനുമായ നോം ചോംസ്കി ഈ അടുത്ത് പറയുകയുണ്ടായി, എല്ലാ ഭാഷയുടെയും ആത്യന്തികമായ വ്യാകരണ തലം ഒന്നാണ്. അതിനെ അദ്ദേഹം യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് വിളിച്ചു. എന്ന് മാത്രമല്ല, അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു: ഭൂമിയല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവി ഭൂലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും സംസാര വ്യവഹാര ഭാഷകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് തോന്നും. അவ்விதം എല്ലാം പരസ്പരം പൂരകങ്ങളായിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് വളരെ വ്യത്യസ്തമെന്ന് തോന്നുന്ന ഈ ഭാഷകളിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു തരം ആന്തരികമായ ഏകത്വം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വിശ്വാസപരമായി ദാർശനികമായി കൂട്ടിയിണക്കുന്ന മതത്തിൻ്റെ അല്ലെങ്കിൽ തത്വചിന്തയുടെ അല്ലെങ്കിൽ ദർശനത്തിൻ്റെ മുരട് ചെന്ന് അന്വേഷിച്ചു പോയാൽ അവിടെയും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഏകത്വം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് പുതിയ ലോകം വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ മതപരമായ ടെക്സ്റ്റുകളിലേക്കും അതിൻ്റെ പ്രമാണങ്ങളിലേക്കും ബുദ്ധിയുള്ള ആളുകൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ
ക്രൈസ്തവ ഗ്രന്ഥങ്ങളെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. ഹൈന്ദവ മതഗ്രന്ഥങ്ങളെപ്പറ്റി നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ അതിലും നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദാർശനികമായ വിശ്വാസപരമായ ഏകത്വത്തിലേക്ക് വിരൽ ചൂടുന്ന ചില സംഭവങ്ങൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഉപനിഷത്തുകളിലും മറ്റുമല്ല. ആരാധനാ രീതികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകനായ അള്ളാഹുവിനെ, ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിലുള്ള ശ്ലോകങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന വരികളും കാണാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞാൽ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളെ പണ്ഡിതന്മാർ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ശ്രുതികളും സ്മൃതികളും എന്നാണ് അത് അറിയപ്പെടുന്നത്. ഏറ്റവും ആധികാരികമായി അറിയപ്പെടുന്നത് ശ്രുതികളാണ്. കാരണം ശ്രുതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, കേൾക്കപ്പെട്ടത്. ഏതോ ദിവ്യമായ സ്രോതസ്സുകളിൽ നിന്ന് മഹാന്മാരായ മഹർഷിമാരും മാമുനിമാരും കേട്ടിട്ടുള്ള, അവരുടെ കാതുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ള ടെക്സ്റ്റുകളെയാണ് അവർ ശ്രുതികളെന്ന് വിളിക്കുന്നത്. ആ ശ്രുതികളെ തന്നെ അവർ വേദങ്ങളെന്നും ഉപനിഷത്തുകളെന്നും വർഗീകരിച്ചിട്ടുണ്ട്. വേദങ്ങൾ വീണ്ടും ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4 വേദങ്ങളായി അവർ തിരിച്ചിട്ടുണ്ട്. ഉപനിഷത്തുകൾ ധാരാളമുണ്ട്. 200ഓളം ഉപനിഷത്തുകളുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അതിൽപ്പെട്ട 108ഓളം ഉപനിഷത്തുകൾ പ്രത്യേകമായി സംസ്കരിച്ച് പഠിക്കുന്നവരും അത് പബ്ലിഷ് ചെയ്യുന്നവരുമുണ്ട്. അതിൻ്റെ മറ്റൊരു ഭാഗത്താണ് സ്മൃതികൾ കിടക്കുന്നത്. സ്മൃതി എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ അർത്ഥം ഊഹിക്കാൻ പറ്റും. ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന അർത്ഥത്തിലാണത്. അഥവാ നേരിട്ട് കേട്ടത് ആണ് എന്നതിൽ നിന്ന് മാറി മാമുനിമാരുടെയും മഹർഷിമാരുടെയൊക്കെ മനസ്സുകളിൽ നിന്ന് വരുന്ന സംഭവങ്ങൾ, ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് ഒരർത്ഥത്തിൽ ശ്രുതിയേക്കാൾ അത്രത്തോളം ആധികാരികമല്ലെങ്കിലും ഹൈന്ദവ മതഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുന്നത്. അവകളെ പുരാണങ്ങളായി, ഇതിഹാസങ്ങളായി വീണ്ടും വർഗീകരിച്ചിട്ടുണ്ട്. രാമായണം അതിൽപ്പെട്ട ഒരു ഇതിഹാസമാണ്. ശ്രീരാമന്റെ കഥ പറയുന്ന രാമായണം, അതുപോലെ നമുക്കെല്ലാം പരിചിതമായ മഹാഭാരതം, പാണ്ഡവരും കൗരവരും തമ്മിലുള്ള നീണ്ട യുദ്ധങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായ ഭാഷയിൽ പറയുന്നു. അതുപോലെ ശ്രീകൃഷ്ണന്റെ ജീവിതാനുഭവങ്ങൾ വിശദീകരിക്കുന്ന മഹാഭാരതം, അതുപോലെ അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ഗ്രന്ഥമാണ്, വളരെയധികം പ്രചാരമുള്ള ജനകീയമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭീഷ്മപർവത്തിലെ 18 അധ്യായങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ യുദ്ധമുഖത്ത് വെച്ച് അർജുനന് കൊടുക്കുന്ന, അദ്ദേഹത്തിന് ഉത്സാഹമുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഉപദേശങ്ങളുടെ സമാഹാരമാണ് ഈ ഭഗവത്ഗീതയിലുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായി വേദങ്ങളായും പുരാണങ്ങളായും ഇതിഹാസങ്ങളായും ആരണ്യകങ്ങളായും വർഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം മതഗ്രന്ഥങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദാർശനികമായ ഐക്യത്തിൻ്റെ ചില തരിമ്പുകൾ, ചില പ്രമാണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. 1-2 ഉദാഹരണം പറയുകയാണെങ്കിൽ, ചാന്തോങ്ങ പക്ഷത്തിൽ ഒരു സ്ഥലത്ത് ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, ആ ദൈവത്തിന് കുടുംബക്കാരില്ല, ബന്ധുക്കളില്ല എന്ന് പറയുന്നുണ്ട്. ഇസ്ലാമികമായ ആശയ വിശ്വാസ പരിസരവുമായി സൗഹൃദം പങ്കുവെക്കുന്ന ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ദൈവത്തിന് പ്രതിരൂപങ്ങൾ ഉണ്ടാക്കുന്ന ശീലങ്ങളെപ്പറ്റി അത്തരം ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. യജുർവേദത്തിലും അതുപോലെ ശ്വേത ശരോപനിഷത്തിലുമെല്ലാം പറയുന്ന ഒരു വാക്യം, നതസ്യ പ്രതിമ അസ്തി, ആ ദൈവത്തിന് പ്രതിമകളോ പ്രതിരൂപങ്ങളോ ഇല്ല, അത് ഉണ്ടാക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ആ ഗ്രന്ഥങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഋഗ്വേദത്തിലും ഏകനായ അള്ളാഹുവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിനെ പറ്റി മാത്രം പറയുന്ന അല്ലോപനിഷത്ത് എന്ന് പറയുന്ന സംഭവം അതുമുണ്ട്. അതിനെല്ലാം പുറമെ ധാരാളം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചും വിശദമായ സംശയത്തിന് വക ഇല്ലാത്ത വിധം പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രവചിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത്തരമൊരു ഒത്തുചേരലിൽ നമുക്കൊരു കുടുംബ സംഗമത്തിന്റെ പ്രതീതി തോന്നുന്നുണ്ട്. കാരണം നിഷ്പക്ഷമായി യാതൊരുവിധ പക്ഷീയ ചിന്തകളുമില്ലാതെ വിഷയങ്ങൾ പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും മുന്നോട്ട് വരുന്ന ഒരു പഠിതാവിന് ഈ മതവൈവിധ്യങ്ങൾക്കെല്ലാം ഉള്ളിലായി ഒരു ഏകത്വം കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ലോകം ഇന്ന് വളരെയധികം ശ്രദ്ധയോടുകൂടി ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ് മത താരതമ്യ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ വസ്തുതയാണ്.
ആ താരതമ്യ പഠനത്തിന്റെ ഏറ്റവും വലിയ ഫലം എന്ത് എന്ന് ചോദിച്ചാൽ അത് മതത്തിന്റെ തുറന്ന ആശ്ലേഷങ്ങളാണ്. അഥവാ ഒരാൾ ഒരു മതവിഭാഗത്തിൽ പിറന്നു വീണു എന്നൊരൊറ്റ കാരണം കൊണ്ട് തൻ്റെ മസ്തിഷ്കത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ വിശ്വാസങ്ങളെയും ഐതിഹ്യങ്ങളെയും ഉൾക്കൊള്ളുക എന്നതിനപ്പുറം തൻ്റെ മനസ്സിനും മസ്തിഷ്കത്തിനും സ്വാതന്ത്ര്യം നൽകുന്ന, സുഖം നൽകുന്ന നേരായ ചിന്താരീതികളെ പുൽക്കാൻ പുതിയ തലമുറയിലെ സമൂഹം രംഗത്ത് വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ കാര്യമാണ്. ഞാനിത് പ്രത്യേകിച്ച് ഇങ്ങനെ പറയാൻ കാരണം, മതതാരതമ്യ പഠനങ്ങളെപ്പറ്റി ഉള്ള ഒരു സദസ്സിൽ വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും അതുപോലെ മതപ്രമാണങ്ങൾ അടങ്ങുന്ന വലിയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും പറയുമ്പോൾ സാധാരണക്കാരനായ ആളുകൾക്ക് അതിൻ്റെ അഗാധ തലത്തിൽ വായിച്ച് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനുമുള്ള ശേഷി ഉണ്ടായിക്കൊള്ളണം, അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതേസമയം അക്ഷരാഭ്യാസമുള്ള, പൊതുബോധമുള്ള ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധമുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മതങ്ങളെക്കുറിച്ച്, മതങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചുള്ള താരതമ്യ പഠനങ്ങൾ വളരെ സമൃദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഫലം മതത്തിലേക്കുള്ള ആശ്ലേഷങ്ങളാണ്. ഇതിന് മതത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്ന് പറയാനാണ് പുതിയ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ മതശാസ്ത്രജ്ഞന്മാർ ഒരുമ്പെടുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ ശാന്തമായി, വളരെ നിഷ്പക്ഷമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായി, മതപ്രചരണത്തിന് വേണ്ടി ഏറ്റവും അധികം ശക്തിയും ഊർജവും ചെലവഴിക്കുന്നത് ലോകത്ത് ക്രിസ്തുമതമാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ധാരാളം വ്യവസ്ഥാപിത രൂപത്തിലുള്ള മിഷണറി സംവിധാനങ്ങളുള്ള ലോകത്തെ ഏറ്റവും പ്രബലമായ മതം ക്രിസ്തുമതമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മറ്റുമെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശുപത്രികളാണെങ്കിലും സ്കൂളാണെങ്കിലും മറ്റു വൃദ്ധസദനങ്ങളാണെങ്കിലും എല്ലാറ്റിൻ്റെയും പിന്നിൽ മതപ്രചരണമെന്ന ഒരു അജണ്ട ഉണ്ട് എന്നുള്ളത് സാധാരണക്കാരനായ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. പക്ഷേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും ജനോപകാരപ്രദമായ പദ്ധതികളെയും നമ്മൾ പുകഴ്ത്തുമ്പോൾ തന്നെയും നമുക്ക് ഒരു നിരൂപകൻ, ഒരു സാമൂഹ്യ നിരൂപകൻ എന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇത്തരം മതപരിവർത്തന ശ്രമങ്ങളിൽ ചിലപ്പോൾ മാന്യം എന്ന് പറഞ്ഞുകൂടാത്ത രൂപത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഞാനങ്ങനെ പറയാൻ കാരണം, ക്രൈസ്തവർ നടത്തുന്ന ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികൾ, അവർ നടത്തുന്ന ഹൈസ്കൂളുകളിലേക്ക്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് പോകുന്ന ഇതര മതസ്ഥർ, അവരെയൊക്കെയും ഒരു പ്രത്യേകമായ രീതിശാസ്ത്രത്തിലൂടെ അവരിലേക്ക് മാനസികമായി അടുപ്പിക്കുന്ന ചില ടെക്നിക്കുകൾ സമൂഹം നേരത്തെ ശ്രദ്ധിച്ചു വച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിസ്സഹായതകളെ മതപ്രവർത്തനത്തിലുള്ള ഒരു മാർഗമായി സ്വീകരിക്കുക എന്നുള്ള ഒരു രീതിയുണ്ട്. ഇന്ത്യാരാജ്യത്തിന്റെ ഭരണഘടനയനുസരിച്ച് ഇവിടുത്തെ ഏതൊരു പൗരനും ഏത് മതവും സ്വീകരിക്കാവുന്നതാണ്, ഏത് മതത്തിന്റെ ആചാരാനുഷ്ഠാനമനുസരിച്ചും ജീവിക്കാവുന്നതാണ്, സ്വന്തം മതം പ്രചരിപ്പിക്കാവുന്നതാണ്. പക്ഷെ ആ പ്രചരണത്തിന്റെ രീതി കുറച്ചുകൂടി സൗഹൃദപരമായിരിക്കണം, സഹിഷ്ണുതാപരമായിരിക്കണം എന്ന് പറയാൻ ഈ സദസ്സ് ഉപയോഗപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, രോഗികളായി ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, അതുപോലെ പ്രസവിക്കാൻ വേണ്ടി 10 മാസം തികഞ്ഞു വരുന്ന ഗർഭിണികൾ, അവരൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ വിഹ്വലരായി നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ജന്മസിദ്ധമായ സംഭ്രമത്തെയും വിഹ്വലതയെയും മതപരിവർത്തനത്തിനുള്ള സുവർണാവസരമായി കാണുന്ന ചില സംഗതികളുണ്ട്. ലേബർ റൂമിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് യേശുവിന്റെ വലിയ ഫോട്ടോയും അവിടെ തുറന്നു വെച്ച ബൈബിളുകളും വെച്ചുകൊണ്ട് എവിടെ നോക്കിയാലും മതത്തിലേക്ക് വലിച്ചു പിടിക്കുന്ന ഒരുതരം കാർക്കശ സ്വഭാവമുള്ള മിഷണറി പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോഴൊക്കെ പ്രസവം കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്ന കുഞ്ഞിനെ ഫാദർമാർ ഇസ്ലാമിക മതാധ്യക്ഷന്മാരുടെ വേഷത്തിൽ വന്നുകൊണ്ട് കയ്യിലേക്ക് സ്വീകരിക്കുകയും ഇസ്ലാമിക മതാചാര പ്രകാരം നടത്തേണ്ട ആചാരങ്ങളിൽ പോലും കൈയിടുകയും ചെയ്യുന്നതായി അനുഭവങ്ങളുണ്ട്. ഐതിഹ്യം പറയുകയല്ല, അനുഭവങ്ങളാണ്. അപ്പോൾ മനുഷ്യന്മാരുടെ ദുരിതങ്ങളെയും രോഗങ്ങളെയും അവരുടെ നിസ്സഹായതയും മതപ്രവർത്തനത്തിന് വേണ്ടി ഈ നിലക്ക് ഉപയോഗപ്പെടുത്തുന്നത് ശരിയാണോ അല്ലെ, ഞാൻ തീർപ്പ് പറയുന്നില്ല, ആണോ അല്ലേ എന്നുള്ളത് പൊതുസമൂഹത്തിന് ചിന്തിക്കാവുന്നതാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ അവർ നടത്തുന്ന സ്കൂളുകളിലേക്ക് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാ ആളുകളുടെയും മക്കളെ പറഞ്ഞേക്കുന്നുണ്ട്. കാരണം ക്രൈസ്തവ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മികച്ചതാണ്.
ആ മികച്ച പ്രവർത്തനങ്ങളെ ഞങ്ങൾ വാനോളം പുകഴ്ത്തുമ്പോഴും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നന്നായി ശ്ലാഘിക്കുമ്പോഴും അവിടെ നടത്തുന്ന അസഹിഷ്ണുതാപരമായ മിഷണറി പ്രവർത്തനത്തെ ഒന്നുകൂടി വീണ്ടും വിചാരം നടത്തിക്കൂടെ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വരുന്ന തലമറക്കണമെന്നും തന്റെ ഔറത്ത് പൂർണ്ണമായി മറക്കണമെന്നും ഒരു പുരുഷനിൽ ലൈംഗികമായ ഉത്തേജനമുണ്ടാക്കുന്ന രൂപത്തിൽ വസ്ത്രധാരണം നടത്തരുത് എന്നും പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളോട് പല സ്കൂളുകളിൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, പല സ്കൂളുകളിലും അത്തരം സ്കൂളുകളിലേക്ക് വന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് മഫ്ത ധരിക്കുവാനോ ഫുൾ കൈ ഷർട്ട് ഇടുവാനോ ഉള്ള അവസരം കൊടുക്കാറില്ല എന്നുള്ളത് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. പലപ്പോഴും നമുക്ക് സങ്കടമുണ്ടാവാറുണ്ട്. കാരണം ഹൈന്ദവ സമൂഹത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ ഏറ്റവും പരിശുദ്ധരായി പവിത്രരായി കണക്കാക്കപ്പെടുന്നവരാണ് കന്യാസ്ത്രീകൾ. ആ കന്യാസ്ത്രീകളുടെ വേഷം പൂർണ്ണമായി മറക്കുന്ന, തലയിൽ മഫ്തയിടുന്ന നല്ല വിശുദ്ധമായ വേഷമാണ്. അവരുടെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വിശുദ്ധരായ ആളുകൾക്ക് തലമറച്ചുകൊണ്ട് ഏകദേശം ഒരു പർദ എന്ന് തന്നെ പറയാൻ രൂപത്തിലുള്ള വേഷം ധരിക്കാമെങ്കിൽ, അതിനവർ അവസരം കൊടുക്കുന്നുവെങ്കിൽ, അതേപോലെ പവിത്രരായി ജീവിക്കാനല്ലേ മറ്റുള്ളവരെയും നമ്മൾ കരുതേണ്ടത്? അവർക്കും അവസരം കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കാൻ, വിനയത്തോടു കൂടി ചോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എല്ലാ മതക്കാരും ഞങ്ങൾ സ്കൂളുകളിലേക്ക് വന്നോട്ടെ, അവർ പഠിച്ചുകൊള്ളട്ടെ, അവർ ശാസ്ത്രവും സയൻസും ഭാഷയും സാഹിത്യവും ഫിലോസഫിയും ഒക്കെ പഠിച്ചുകൊള്ളട്ടെ. പക്ഷെ അവർക്ക് അവരുടേതായ വേഷവിധാനങ്ങൾ സ്വീകരിക്കുവാനുള്ള അവകാശം ഒന്നുമില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ കൊടുക്കണമെന്ന ഒരു വിശാല മനസ്സിലേക്കെങ്കിലും എപ്പോഴും സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും പറയുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ ഒന്ന് വളരേണ്ടതല്ലേ, വികസിക്കേണ്ടതല്ലേ എന്ന് വളരെ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മതപ്രചരണം ആവാം, പക്ഷേ മതപ്രചരണത്തിന്റെ രീതി ഒന്നുകൂടി സംസ്കൃതമായിരിക്കും നല്ലതായിരിക്കും. ഈ അടുത്ത് ഒരു പിതാവ് ഒരു സങ്കടത്തോട് ഒരു സംഭവം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ ഒരു ക്രൈസ്തവ മിഷണറി സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് എവിടെയോ ഒരു സ്ഥലത്തേക്ക് ഒരു വിനോദയാത്ര പോയി. വിനോദയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഒരു വലിയ കുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിനോദയാത്രക്ക് വെച്ച ബസ് പെട്ടെന്ന് നിന്ന് പോകുന്നു. പെട്ടെന്ന് ബസ് നിന്ന് പോവുകയാണ്. ബസ് പിന്നെ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ അതിലുണ്ടായിരുന്ന സിസ്റ്റർമാരും പാതിരിമാരും കൂടി പുറത്തിറക്കി. എല്ലാ കുട്ടികളും കാണാൻ പറഞ്ഞു, നമ്മുടെ ബസ് കേടുവന്നിരിക്കുകയാണ്, ഒരു നിലക്ക് മുന്നോട്ട് പോകുന്നില്ല, ചുരമാണ്, അപ്പുറത്തിപ്പുറത്തൊക്കെ കാടുകളാണ്, കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്, അപകടത്തിലാണ്, അതുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിക്കേ നിർവാഹമുള്ളൂ, അതുകൊണ്ട് മുസ്ലിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അള്ളാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും, അള്ളാവിനെ വിളിച്ചിട്ട് ഈ വണ്ടി ഒന്ന് ചലിപ്പിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. മുസ്ലിം കുട്ടികളൊക്കെ വന്നു, അവരൊക്കെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ബസ് അനങ്ങുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അവർ പറഞ്ഞു, അള്ളാഹുവിനെ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, ഹിന്ദു കുട്ടികൾക്ക് ഇങ്ങോട്ട് വരൂ, നിങ്ങളൊക്കെ നിങ്ങളുടെ വിഷ്ണുവിനെയും അതുപോലെ ബ്രഹ്മാവിനെയൊക്കെ ശിവനെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കൂ, എങ്ങനെയെങ്കിലും വണ്ടി മുന്നോട്ട് പോവട്ടെ, നമ്മുടെ കഥ വളരെ അപകടത്തിലാണ്. കുട്ടികൾ വന്നു, അവർ കണ്ട സകല മുക്കോടി ദൈവങ്ങളെയും വിളിച്ചു. പക്ഷേ ദൈവങ്ങൾ വളരെയധികം പിശുക്ക് കാണിച്ചു, ആരും ഉത്തരം നൽകിയില്ല. ഇങ്ങനെ കുട്ടികൾ വളരെ ചെറിയ മനസ്സുള്ള കുട്ടികളാണല്ലോ, വളരെ ഉദ്വേഗത്തോടുകൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ പാതിരിമാർ വരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി യേശുവിനെ വിളിക്കുന്നു. യേശുവിനെ വിളിക്കുമ്പം വളരെ യാന്ത്രികമായി വളരെയധികം അത്ഭുതത്തോടു കൂടി ബസ് മുന്നോട്ട് പോകുന്നു. കാരണം ബസ്സിനൊരു കുഴപ്പമില്ല, ബസ്സിനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ചെറിയ ഇളം മനസ്സുകളിൽ 1000 മിഷണറിമാർ 1000 കൊല്ലം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നിമിഷ നേരം കൊണ്ട്, തന്ത്രപരം എന്ന് പറഞ്ഞാൽ ഞാൻ ഭാഷയോട് ചെയ്യുന്ന ഒരു അതിക്രമമായതുകൊണ്ട് കുതന്ത്രപരമായ രൂപത്തിൽ ചെയ്യുന്ന രീതികൾ തെറ്റാണ്, ഞങ്ങൾ ആളല്ല, പക്ഷെ അത് ശരിയാണോ അല്ലേ എന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ പാതിരിമാരും അതുപോലെ പൊതുജനങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും ചിന്തിച്ചാൽ നന്നായിരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇതുപോലെ ദുരിതമനുഭവിക്കുന്ന കുടിയേറ്റ മേഖലകളിലും മറ്റുമുള്ള ആളുകളെയൊക്കെ അവർക്ക് ആവശ്യമായ മരുന്നും അപ്പവും തുണിയുമൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ വലവീശിക്കൊണ്ടാണ് പലപ്പോഴും ക്രിസ്തു മതത്തിലേക്കുള്ള മതപരിവർത്തനങ്ങളെന്ന് ശാന്തമായി വസ്തുതകളെ നിരീക്ഷിക്കുന്ന നിഷ്പക്ഷമതിയായ ഒരു നിരൂപകനെ കണ്ടെത്താൻ കഴിയും. അത് നിങ്ങളങ്ങനെ ചെയ്തു നോക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തിലേക്ക് ആളുകൾ വരുന്നുണ്ട്, പക്ഷേ ക്രിസ്തു മതത്തിലേക്ക് വരുന്നത് മനുഷ്യ ശരീരങ്ങളാണ് അതിലേക്ക് വരുന്നത്. അതേസമയം ഞാനത് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ആധുനികമായ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്ലാം മതത്തിലേക്കും ആളുകൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ക്രിസ്തു മതത്തിന്റെ ക്രിസ്തീയ സമൂഹത്തിന്റെ ജീവിത നിലവാരം ഒരു പൊതുസമൂഹത്തിലെ ഒരു സാധാ മനുഷ്യനെ ആകർഷിക്കുന്ന രൂപത്തിലാണ്. കാരണം വിദ്യാഭ്യാസപരമായി അവർ മുന്നിലാണ്, സാംസ്കാരികമായി അവർ മുന്നിലാണ്, എല്ലാ കാര്യത്തിലും ഒരു ശാന്ത സമൂഹമാണ്. അവരെ ആകർഷിക്കുന്ന ഒരു പരിസരം ഇവിടെയുണ്ട്. അതേസമയം
ഇസ്ലാമിന്റെ പരിസരം എന്താണ് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. ഇന്ന് പത്രം വായിക്കുന്ന, മീഡിയകളെ തൊട്ടറിയുന്ന എല്ലാ ആളുകൾക്കും ഒരു പൊതുസമൂഹത്തിലൊരാൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചോരയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബോംബാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ചാവേറാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വാളാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രതീകവൽക്കരണം നടത്തപ്പെട്ട ഒരു സാഹചര്യമാണ്. തീർത്തും ഇസ്ലാം എന്ന് പറയുന്ന ഒരു തത്വസംഹിതയെ കരിവാരിച്ച് കാണിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. 1979 ടൈം മാഗസിൻ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഗതി പുറത്തുവിടുകയുണ്ടായി. അവർ പറയുന്നത് കഴിഞ്ഞ 150 വർഷക്കാലമായി 150 വർഷക്കാലത്തിനുള്ളിൽ ഇസ്ലാമിനെതിരെ 60,000-ത്തിലധികം പുസ്തകങ്ങൾ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ്. ഈ രൂപത്തിൽ മീഡിയകൾ ലോകത്ത് എവിടെ ഒരു കാന്താരി പൊട്ടാസ് പൊട്ടിയാലും ആ പൊട്ടാസിന്റെ പിന്നിൽ തീവ്രവാദികൾക്ക് പങ്കുണ്ടോ എന്ന രൂപത്തിൽ ഒരുതരം കണക്ഷൻ വരുത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു മീഡിയ തന്ത്രം, ഇതൊരു തന്ത്രമാണ് ഞാൻ പറയാൻ കാരണം, നിങ്ങളുടെ എവിടെയെങ്കിലും നാട്ടിൽ ഒരു മോഷണം നടന്നു എന്ന് സംഭവിക്കുക, നിങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു, പ്രതിയെ പറ്റി യാതൊരു അഡ്രസ്സും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ തൊട്ടു പിറ്റേന്നത്തെ പത്രത്തിൽ കൊലപാതകം നടന്നിരിക്കുന്നു, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അനുജന് ഈ കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ ബന്ധമായി. കാരണം ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ പരസ്പരം നെഗറ്റീവായി ബന്ധിപ്പിച്ചാൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞു. ഇതേ നിലക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മസ്തിഷ്കത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള മീഡിയ മർദ്ദനങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവതയെ പോലെ സ്നേഹം വിളമ്പുന്ന, ക്രൈസ്തവതയെ പോലെ പൂവിടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഇസ്ലാമിലുള്ളത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്വതന്ത്രമായി പഠിക്കുക, നിഷ്പക്ഷമായി അന്വേഷിക്കുക. ലോകത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. ആരാ വരുന്നത്? പ്രസവിക്കാനാറായി ബുദ്ധിമുട്ടി നിൽക്കുന്ന പെണ്ണിനെ എങ്ങനെയെങ്കിലും യേശുവിന്റെ പേര് വിളിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് വിളിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് അപ്പവും മരുന്നും കൊടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും വശീകരിച്ചെടുക്കുകയല്ല. മറിച്ച് ഇസ്ലാമികമായ പ്രബോധന മേഖലകളൊന്നും ലോകത്ത് വ്യവസ്ഥാപിതമായി നടക്കുന്നില്ല എന്ന് മുസ്ലിങ്ങൾക്കറിയാം, ഹിന്ദുക്കൾക്കറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം. പരസ്പരം തല്ലുകൂടിക്കൊണ്ടിരിക്കുന്ന അവാന്തര വിഭാഗങ്ങൾ ഇതാണ് ലോകത്തുള്ളത്. എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് പോലും ഈ ഒരു ദുസ്സാഹചര്യത്തിനിടയിലും ലോകത്ത് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നു. ആരാണ് വരുന്നത്? ചില്ലറക്കാരല്ല. ലോകം ശ്രദ്ധിക്കുന്ന മഹത്തായ പ്രതിഭകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പുതിയ ചില ബോധോദയങ്ങൾ നൽകണം, അതിനുള്ളൊരു അവസരമാകണം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഏതെങ്കിലും നിലക്ക് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റി, അല്ലാത്തവർ വരുന്നത് ഇന്നത്തെ യൂറോപ്പിന്റെ ട്രെൻഡ് തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള. സ്വതന്ത്രമായി പഠിച്ചാൽ, നിഷ്പക്ഷമായി പഠിച്ചാൽ നമുക്ക് ആ വസ്തുത കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഇസ്ലാമിക ലോകത്ത് കൃത്യമായ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. മറിച്ച് ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് പലപ്പോഴും ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ട ലഘുലേഖകളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും ഇസ്ലാം എന്ന വസ്തുതയെ അറിയുകയും അതിലൂടെ തേടിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് പലരും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വളരെ നിസ്സാരമെന്ന് നമ്മുടെ ഭാഷയിൽ വളരെയധികം നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ടായിരിക്കും മഹാന്മാരായ പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിനെ വളരെ മനോഹരമായി ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മഹാനായ വ്യക്തിയാണ് മുഹമ്മദ് മാർമഡിയൊക്കെ പിക്താൾ. ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താ? ഏതെങ്കിലും ഇസ്ലാമിക് മിഷണറിമാർ പോയി വല്ല എന്തെങ്കിലും അച്ചാരം വെച്ച് നീട്ടിയത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. പിക്താൾ ഇസ്ലാമിലേക്ക് വരാനുള്ള കാര്യം നമ്മൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു. വളരെ നിസ്സാരമായ കാര്യം. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ താഴോട്ട് നോക്കുമ്പോൾ 2 പേർ ശണ്ട കൂടുന്നത് കൊണ്ട് അടികൂടുകയാണ്. അദ്ദേഹം ആ രംഗം സൂക്ഷിച്ചു നോക്കി. അപ്പൊ കാണുന്നത് ഒരു പ്രായം ചെന്ന് വയസ്സനായി ക്ഷീണിച്ച ഒരു ദുർബലനായ ഒരു മനുഷ്യൻ നല്ല കരിങ്കല്ല് പോലുള്ള ഒരു യുവാവിനെ നന്നായി മർദ്ദിക്കുന്നു. ആ രംഗം കണ്ടപ്പോൾ പിക്താൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ആ രംഗം വീക്ഷിച്ചു. അദ്ദേഹം വളരെ താല്പര്യത്തോട് നോക്കി എന്താ സംഭവിക്കുന്നത്. അങ്ങനെ വൃദ്ധൻ നന്നായി അദ്ദേഹത്തെ തല്ലുന്നു. പൊതിരെ തല്ലിയ ശേഷം അദ്ദേഹത്തിന് വഴിക്ക് പോകുന്നു. ഉടൻ മറുപടി പിക്താൾ താഴേക്ക് ഇറങ്ങി വന്നു. യുവാവിന്റെ ചോദിച്ചു, അല്ല മോനെ, നീ ഒരാണല്ലേ? ഇത്രയും ബലഹീനനായ ഈ മനുഷ്യൻ നിന്നെ അടിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ അദ്ദേഹത്തോട് കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു. ഞാനത് ഇന്നലെ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു. എനിക്ക് ആ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മറ്റൊന്ന്, അദ്ദേഹം പ്രായമുള്ള ഒരാളാണ്.
ഞാൻ പഠിക്കുന്ന എൻ്റെ മതവിശ്വാസ പ്രകാരം, എൻ്റെ നേതാവ് മുഹമ്മദ് നബി പറഞ്ഞത് പ്രകാരം ഒരിക്കലും വാക്ക് പാലിക്കാതിരിക്കാൻ പാടില്ല. രണ്ടാമത്തത്, നമ്മളെക്കാൾ പ്രായമുള്ളവരെ ബഹുമാനിക്കണം. ഈ 2 നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ അടിക്കുകയാണെങ്കിൽ ഞാൻ 2 തെറ്റുകൾ ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എൻ്റെ വിശ്വാസം എൻ്റെ നേതാവ് അതിന് അനുവദിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടൻ നമുക്കൊന്നും ഉണ്ടാവണമെന്നില്ല, പിത്താളിന്റെ മനസ്സിൽ തിരയിളക്കങ്ങൾ ഉണ്ടായി. അദ്ദേഹം ആ പ്രസ്ഥാനത്തെ പറ്റി അന്വേഷിച്ചു, പഠിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. ഇസ്ലാമിക്ക് മിഷണറി ഇല്ല. ആ മാർമടിക്ക് പിത്താളാണ് പിന്നീട് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നു, ബോംബെയിൽ വന്നു, തലശ്ശേരിയിൽ വരെ അദ്ദേഹം വന്നു, പല പ്രഭാഷണങ്ങൾ നടത്തി, ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹത്തിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. ഇസ്ലാമിക പ്രവർത്തനം, മിഷണറി പ്രവർത്തനം അത്ര സജ്ജമല്ല, അല്ലെങ്കിൽ നമ്മളല്ല ഇസ്ലാമിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നത്. അതുപോലെ നമുക്കറിയാം കാറ്റ് സ്റ്റീവൻസൺ ജോർജിയോ, അദ്ദേഹം യൂറോപ്പിന്റെ വാനമ്പാടിയായിരുന്നു. പോപ്പ് സംഗീതത്തിലൂടെ ഒരുപാട് ആളുകളെ ഇങ്ങനെ സന്ത്രാസ നിർഭരതയിൽ നിർത്തിയിരുന്ന മഹാനായ സംഗീതജ്ഞനായിരുന്നു കാറ്റ് സ്റ്റീവൻസൺ ജോർജിയോ. അദ്ദേഹം ഒരിക്കൽ മൊറോക്കോയിലെ മിറാക്കുഷിൽ അദ്ദേഹത്തിന്റെ ഒരു അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി വന്ന് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ഒരു ബാങ്ക് വിളി കേൾക്കുന്നത്. നമ്മളൊക്കെ എത്രയോ ബാങ്ക് വിളി കേൾക്കുന്നവരാ, നമ്മൾ ചിന്തിക്കാറില്ല. ആ ബാങ്ക് വിളി കേട്ടപ്പോൾ അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. ആ ബാങ്കിൽ ഒരു സംഗീതം കേൾക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വളരെയധികം സഹിഷ്ണുതാപരമായ വാചകമാണ് ബാങ്കിൽ മുഴുവനായുള്ളത്. അള്ളാഹുവിന്റെ ആ ഗരിമയെ പ്രകീർത്തിക്കുന്നു. എന്നിട്ട് പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതാണ് വിളിച്ചു പറയുന്നത്. ഞാൻ അള്ളാഹു വലിയവനാണ്, അള്ളാഹു ഏകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ ഇഷ്ഹദ്, നിങ്ങളൊക്കെ അങ്ങനെ സാക്ഷ്യം വഹിക്കുക എന്ന ബലാത്കാരത്തിന്റെ ഭാഷയല്ല. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഹയ്യാൽ സ്വലാ, നിങ്ങൾ നിസ്കരിക്കാൻ വരൂ, കാരണം നിസ്കാരം വിജയമാണ്. ഹയ്യാൽ ഫലാ, വളരെയധികം സഹിഷ്ണുതാപരമായ വിളി. ലോകത്തെ എല്ലാ സമയത്തും എല്ലാ ഭാഗത്തും ആ ബാങ്ക് വിളി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിന്റെ നാമം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമം ഈ ഗോളത്തിൽ എല്ലാ സമയത്തും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സഹിഷ്ണുതയുടെ ബാങ്ക്. അത് കേട്ടപ്പോഴാണ് കാറ്റ് സ്റ്റീവൻസൺ ജോർജിയോ എന്ന് പറയുന്ന പോപ്പ് സംഗീതജ്ഞന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അദ്ദേഹം പിന്നീട് ആ ബാങ്കിന്റെ ഉത്ഭവത്തെ പറ്റി പഠിച്ചു, ഇസ്ലാമിനെ പറ്റി പഠിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി വളരെ മനോഹരമായ പാട്ടുകൾ അദ്ദേഹം ഇന്ന് ഇറക്കുന്നു. അദ്ദേഹത്തിലൂടെയാണ് പിന്നീട് ആളുകൾ ഇസ്ലാം അറിയുന്നത്. അതുപോലെ നമുക്കറിയാം, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്ന ലിയോപോൾഡ് വെയ്സ്, അദ്ദേഹം ഒരു ജൂതനായിരുന്നു, ഒരു ജൂത പത്രപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം വന്നത് ഏതെങ്കിലും ഇസ്ലാമിക മിഷണറിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടല്ല, ആരെങ്കിലും വലിയ നോട്ടുകെട്ടുകൾ കൊണ്ടുകൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് പരിവർത്തിപ്പിച്ചതല്ല, മാമോദീസ മുക്കിയെടുത്തതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ബെർലിനിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, വ്യവസായ വിപ്ലവത്തിന്റെ ശേഷം യൂറോപ്പിൽ നല്ല സാമ്പത്തിക സമൃദ്ധി ഉണ്ടായിരിക്കുന്നു, ജനങ്ങൾക്കൊക്കെ നല്ലോണം ക്യാഷ് ഉണ്ട്. പക്ഷേ ഒരൊറ്റ മനുഷ്യന്റെ മുഖത്തും പ്രസന്നതയില്ല. എവിടെയോ നമ്മുടെ ആന്തരിക സന്തുഷ്ടി ആരോ കട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യ എൽസയും കൂടി ഇങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ആ ട്രെയിനിൽ തൊട്ട് മുമ്പിലെ സീറ്റിൽ ഒരു വലിയ സമ്പന്നനിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നിരാശ മേഘം കെട്ടി നിൽക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എൽസ എന്താണ് ഇങ്ങനെ? എല്ലാ ആളുകൾക്കും പണമുണ്ട്, പക്ഷെ ആർക്കും ആന്തരികമായ സന്തുഷ്ടിയില്ല. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഖുർആൻ പ്രതി ഉണ്ടായിരുന്നു, അതിങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. അത് അദ്ദേഹം കണ്ടപ്പോൾ അവിടെ കണ്ടത് നമ്മളൊക്കെ സാധാരണ ഓതാറുള്ള അൽഹാഖു മുത്തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് പറയുന്ന ആ സൂറയാണ്. ആ സൂറ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ ലോകം അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഈ ഒരു തരം ആത്മീയ രാഹിത്യമാണ്, ഇതാണല്ലോ എൽസ നമ്മൾ കണ്ട പ്രശ്നത്തിന് പരിഹാരം ഇതാ ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം ഖുർആൻ നന്നായി പഠിച്ചു. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം ഒരു സ്വയം മിഷണറിയായി മാറുകയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പ്രബോധനത്തിന്റെ വലയത്തിൽപ്പെട്ടുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടത് അതാണ്, ഒരു ചിലന്തിയുടെ റോളാണ്. ചിലന്തി ചെയ്യുന്നത് വലകൾ നെയ്തിങ്ങനെ കാത്തിരിക്കുകയാണ് ഇരവന്ന് പറ്റാൻ വേണ്ടി. ആ പശവലകളിൽ നിരപരാധികളായ ഇരകൾ, പ്രാണികൾ വന്ന് പറ്റിപ്പോവുകയാണ്. അവരെയാണ് ചിലന്തികൾ കടിച്ച് ഇരയായി തിന്നുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ പ്രബോധനം അങ്ങനെയല്ല. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ചരിത്രം നമ്മൾ നോക്കണം. കേരളത്തിലേക്ക് ഇസ്ലാം വന്നത് മാലിക് ദീനാറിലൂടെയാണ്. അവർ വന്നത് ഇസ്ലാമിനെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടോ അല്ലെ നമ്മൾ ചെയ്യുന്നത് പോലെ സംവാദങ്ങൾ നടത്തിയിട്ട് പോലുമല്ല, മറിച്ച് അവരുടെ ജീവിതം, ആ ജീവിതം കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ക്രൈസ്തവ മതപ്രചാരണത്തിന്റെ രീതി ഒരു ചിലന്തിയോട് നമുക്ക് ഉപമിക്കാമെങ്കിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചരിത്രപരമായ താവടിയിൽ നമ്മൾ കാണുന്നത് ഒരു പുഷ്പത്തിന്റെ റോളാണ്. ഒരു പുഷ്പം അതിങ്ങനെ വിടർന്നു നിൽക്കുമ്പോൾ ആ പുഷ്പത്തിന് സൗന്ദര്യമുണ്ട്, ആ പുഷ്പത്തിന് സൗരഭ്യമുണ്ട്, ആ പുഷ്പത്തിന്റെ ഹൃദയത്തിൽ തേനുണ്ട്.
ഈ പൂ വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ അടുത്തേക്ക് ആരും പൂമ്പാറ്റകളെ ക്ഷണിക്കേണ്ടതില്ല, വണ്ടുകളെ ക്ഷണിക്കേണ്ടതില്ല. ഇത് അറിയുന്ന വിദൂര ദുഃഖങ്ങളിൽ നിന്ന് മനോഹരമായ ചിത്രശലഭങ്ങളും വണ്ടുകളും പാറി വന്നുകൊള്ളും എന്നതുപോലെ ഇസ്ലാമിക പ്രബോധക ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയിട്ട് കടഞ്ഞ് ശുദ്ധിയാക്കപ്പെട്ട സ്ഫടികം പോലെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട മനസ്സുമായി ജീവിക്കുമ്പോൾ അതിലേക്ക് ആളുകൾ ഇങ്ങനെ വരികയാണ്. അല്ലാതെ ബലാത്കാരമായി ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവരുന്ന രീതി പ്രബോധനപരമായിട്ടോ അക്രമത്തിന്റെ വഴിയിലോ ലോകത്ത് എവിടെയും ഇല്ല. ഉണ്ട് എന്ന് വരുത്തലാണ് ആധുനിക ജൂത ലോബികളുടെ ഇന്നത്തെ ഏറ്റവും വലിയ ശ്രമങ്ങൾ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അതുപോലെ ഒരുപാട് ആളുകൾ, രാജാ ഗരോഡി, ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനാണ് രാജാ ഗരോഡി. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അതുപോലെ മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്ന മഹത്തായ പ്രതിഭ, അദ്ദേഹം ജീവിതത്തിൽ ശാന്തി അന്വേഷിച്ച് നടന്നു, ഒരുപാട് പഠിച്ചു, ഒരുപാട് വായിച്ചു, എവിടെയും ശാന്തി കിട്ടുന്നില്ല. അവസാനം അദ്ദേഹം ആർഷഭാരതത്തിന്റെ വേദാന്തത്തിലെത്തിപ്പെട്ടു. അദ്ദേഹത്തിന് ഉറപ്പായി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന സത്യം ഈ വേദാന്തങ്ങളിലാണ്. പക്ഷെ ആ വേദാന്തങ്ങൾ പഠിച്ചപ്പോഴും അദ്ദേഹത്തിന് സംതൃപ്തി വന്നില്ല. അവസാനം ഈ മാർട്ടിൻ ലിങ്സ് അല്ലാതെ ഈ ഗായ് ഈറ്റൺ എന്ന് പറയുന്ന പണ്ഡിതൻ, ഈ ഗായ് ഈറ്റൺ എന്ന് പറയുന്ന പണ്ഡിതന് ഇസ്ലാമിലേക്ക് വഴി കാണിക്കുന്നത് ഇതേപോലെ ഇസ്ലാം സ്വീകരിച്ച മാർട്ടിൻ ലിങ്സ് ആയിരുന്നു. മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഗായ് ഈറ്റന് ഷഹാദ് കലിമ ചൊല്ലിക്കൊടുക്കുന്നത്. മിഷണറി പ്രവർത്തനത്തിന്റെ പേരിൽ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും മതാധ്യക്ഷ പണ്ഡിതനല്ല, ഒരു മൗലവിയോ പുരോഹിതനോ അല്ല, മാർട്ടിൻ ലിങ്സ് ആണ്. മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാന രൂപത്തിൽ പഠിച്ച ആളാണ്. അദ്ദേഹം ഡാന്റെയുടെ ഡിവൈൻ കോമഡി ശരിക്കും ആസ്വദിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി മാത്രം ലാറ്റിൻ ഭാഷ പഠിച്ച ആളാണ്. മാത്രവുമല്ല, അവസാനം അദ്ദേഹവും അന്വേഷിച്ച് ഇന്ത്യൻ തത്വചിന്തകളിലേക്കും ഭാരതീയ വേദങ്ങളിലേക്കും വേദാന്തങ്ങളിലേക്ക് എത്തിപ്പെട്ടു. അദ്ദേഹത്തെ തോന്നി വേദാന്തങ്ങൾ അന്യഭാഷയിൽ പഠിച്ചാൽ മുഴുവനാവില്ല. അദ്ദേഹം അതിനുവേണ്ടി മാത്രം സംസ്കൃതം പഠിച്ചു. അങ്ങനെ സംസ്കൃതം പഠിച്ച് വേദങ്ങൾ പഠിച്ച ആളാണ് പിന്നീട് റെനോ ഗിനോൺ എന്ന് പറയുന്ന, അതുപോലെ ഫ്രിജോഫ് ഷുവോൺ എന്ന് പറയുന്ന മറ്റു 2 പണ്ഡിതന്മാരിലൂടെ ഇസ്ലാമിലേക്ക് വരുന്നത്. തീർത്തും ശൃംഖലകൾ മറ്റൊരു വഴിയില്ല, നമുക്ക് യാതൊരു ചെലവുമില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിഷ്പക്ഷമായി ചിന്തിക്കുവാൻ, സ്വന്തം മസ്തിഷ്കം ആർക്കും പണയം പറ്റിയിട്ടില്ലാത്ത നമ്മുടെ സദസ്സിലെ സ്വതന്ത്രരായി ചിന്തിക്കുന്ന ആളുകളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആധുനിക സാഹചര്യത്തിൽ നടന്നു വരുന്ന മത പരിവർത്തനങ്ങൾ, അതിന്റെ വില, അതിന്റെ ഗരിമ, അതിന്റെ മൂല്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്കൽ വിഭാഗത്തിന്റെ അധ്യക്ഷനാണ് ജെഫ്രി ലാങ്. ഈ അടുത്ത് ഇസ്ലാമിലേക്ക് വന്നു, പഠിച്ചിട്ടാണ് വന്നത്. ഏതെങ്കിലും ചെറിയ നിസ്സാര കാരണങ്ങൾ ഇസ്ലാം കേൾക്കുന്നു, അവർ പഠിക്കുന്നു, അവർ വരുന്നു. അതുപോലെ ഇന്ത്യ രാജ്യത്ത് തന്നെ നമുക്കറിയാം അബ്ദുള്ള അടയാർ, അതുപോലെ കമല സുരയ്യ പോലെയുള്ള പല ആളുകളും വന്നിട്ടുണ്ട്. പല ഇസ്ലാമിക ആശ്ലേഷങ്ങളും സംഭവങ്ങളായിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഓർത്ത് കാണുന്നുണ്ടാവും, ഏകദേശം 4-5 വർഷം മുമ്പ് താലിബാൻ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ പത്രവാർത്ത ശേഖരിക്കാൻ വേണ്ടി പോയ ബ്രിട്ടീഷ് പത്രപ്രവർത്തക ഇവോൺ റിഡ്ലിയെ താലിബാനുകൾ പിടിച്ചുവെച്ചു. അന്ന് പത്രങ്ങളൊക്കെ ഭയങ്കരമായി ആഘോഷിച്ചു. ഇതാ താലിബാനിസം, ഇസ്ലാം എന്ന് പറയുന്നതിന്റെ പ്രതീകമാണല്ലോ താലിബാനിസം. അങ്ങനെയാണ് പത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ആ താലിബാൻമാർ ആവിഷ്കാര സ്വാതന്ത്ര്യം കൊടുക്കാതെ, പത്രസ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു വനിതയാകുന്ന ഇവോൺ റിഡ്ലിയെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് ആകെ എഴുതി വെച്ചു. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ലോകം കാണുന്നത് ആ ഇവോൺ റിഡ്ലി, പരുഷമായ ഇസ്ലാമിന്റെ കൈകളിൽ അകപ്പെട്ട ഇവോൺ റിഡ്ലി എന്ന് വരുന്ന ബ്രിട്ടീഷ് ധീര വനിത ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന. പക്ഷെ ആ വാർത്ത ലോകത്തെവിടെയും ഇല്ല. അത് നമ്മുടെ ഏതാനും ലക്കങ്ങളിൽ ഒളിഞ്ഞുപോയി. അതാണ് ലോകത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് സ്വതന്ത്രമായി പഠിക്കുവാനുള്ള അവസരങ്ങൾ ഇന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള മീഡിയകളും സ്വാതന്ത്ര്യവും ഇന്ന് എല്ലാവർക്കുമുണ്ട്. ഏതെങ്കിലും ഒരു മൗലവിയുടെ, ഏതെങ്കിലും ഒരു മുസ്ലിയാരുടെ പ്രസംഗം കേട്ടുകൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം അദ്ദേഹത്തിന് സമർപ്പിക്കണമെന്നല്ല പറയുന്നത്. മറിച്ച് സ്വതന്ത്രമായി നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ വെച്ചുകൊണ്ട് ആധുനിക ലോകത്ത് നടക്കുന്ന മതപരിവർത്തനങ്ങളെ കുറിച്ച് പഠിക്കണം. ക്രൈസ്തവ ലോകത്ത് നടക്കുന്ന മതപരിവർത്തനങ്ങളുടെ പശ്ചാത്തലങ്ങളും അതിന്റെ കാരണങ്ങളും അതിന്റെ ഫലങ്ങളും നമ്മൾ അന്വേഷിക്കണം. അതേപോലെ ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന ബുദ്ധിജീവികളുടെ, പത്രപ്രവർത്തകന്മാരുടെ, സാഹിത്യകാരന്മാരുടെ, തത്വചിന്തകന്മാരുടെ, വൈദികന്മാരുടെ, പാതിരിമാരുടെയൊക്കെ മതാശ്ലേഷണെ കുറിച്ച് സ്വതന്ത്രമായി പഠിച്ചുകൊണ്ട് എവിടെയാണ് സത്യം കിടക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം. സർവശക്തനായ അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അത്തരത്തിൽ സഹായകമാകുന്ന ഒരു സദസ്സായി ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിത്തമാകുമാറാവട്ടെ. നിങ്ങളുടെയൊക്കെ ചിന്തകളിൽ, നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ, നിങ്ങളുടെയൊക്കെ മസ്തിഷ്കങ്ങളിൽ പുതിയ പുതിയ ചിന്തയും ബോധോദയവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, സംശയങ്ങൾ ചോദിക്കാനുള്ള തുറന്ന അവസരമാണ്. ഈ സ്റ്റേജിൻ്റെ ഇടതുവശത്ത് ആ ഭാഗത്ത് ചോദ്യകർത്താക്കൾക്കുള്ള
വേദി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായ അതിർവരമ്പുകളൊന്നും നിശ്ചയിച്ചിട്ടില്ല. ഏത് ആളുകൾക്കും സ്വതന്ത്രമായി ചോദ്യങ്ങൾ ചോദിക്കാൻ, വിഷയാവതരണത്തോട് പ്രതികരിക്കാനുള്ള അവസരമാണ്. ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഫൈസൽ ഹസനി നിങ്ങളോട് സൂചിപ്പിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ വശത്തേക്ക് പോകണമെന്ന് കൂടി ഉണർത്തുന്നു. ഇനി നമ്മുടെ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ തുറന്ന സംവാദത്തിനുള്ള അവസരമാണ്. ചോദിക്കാൻ തയ്യാറാക്കി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സജ്ജമാക്കപ്പെട്ട സ്ഥലത്ത് ആളുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ചോദിക്കാൻ താല്പര്യമുണ്ടാകും. പെർമിഷൻ അവസാനിക്കുന്നത് വരെ നമുക്ക്, പെർമിഷന്റെ സമയം ആകുന്നത് വരെ നമുക്ക് ചോദ്യം തുടരാവുന്നതാണ്. അതുകൊണ്ട് ധാരാളം ചോദ്യകർത്താക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും ചോദിക്കാനുള്ള അവസരമേ ഇപ്പോൾ നൽകുന്നുള്ളൂ. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ ഒരു ചോദ്യവും വേണമെങ്കിൽ ഒരു ഉപചോദ്യവും ചോദിച്ച് മൈക്ക് അടുത്ത ആൾക്ക് കൈമാറേണ്ടതാണ്. അവിടെ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിയന്ത്രിക്കാൻ വേണ്ടി വളണ്ടിയേഴ്സ് ഉണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ വേണ്ടി ചോദ്യകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വിഷയം ഖുർആനും ഇതര വേദങ്ങളും എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനു മാത്രമേ ഇവിടെ മറുപടി നൽകുകയുള്ളൂ. ഇസ്ലാമിലെ ഉൾപ്പിരിവുകളെക്കുറിച്ചോ അതിനിടയിലുള്ള വിഭാഗങ്ങളെക്കുറിച്ചോ അവരുടെ വിശ്വാസ ആചാരങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കപ്പെടാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വേദിയല്ല ഇത്. അത്തരം വേദികൾ നമ്മുടെ ഈ വെളിമുക്കിൽ തന്നെ മുമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇനിയും പല സ്ഥലങ്ങളും സംഘടിപ്പിക്കപ്പെടുകയും ചെയ്യും. അത്തരം സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ച് ചോദിക്കേണ്ടതാണ്. ഈ സംവാദത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി നൽകപ്പെടുകയുള്ളൂ. വിഷയവുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടികൾ പ്രതീക്ഷിക്കേണ്ടതില്ല, മറുപടികൾ നൽകപ്പെടുന്നതും അല്ല. പിന്നെ ചോദ്യകർത്താക്കൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇത് ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വേദിയല്ല. മറിച്ച് മതങ്ങൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും നമ്മുടെയൊക്കെ വേരുകൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കാനും എവിടെയൊക്കെയാണ് പാകപ്പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് സ്വയം മനസ്സിലാക്കി ഋജുവായ പാതയിലെത്താനുള്ള ഒരു അന്വേഷണത്തിലേക്കുള്ള ഒരു വാതിൽ തുറക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിദ്വേഷമോ വെറുപ്പോ സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങളോ ഭാഷയോ സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ചോദ്യം പരമാവധി ചുരുക്കി ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ നിന്ന് ഉചിതമായ മറുപടികൾ നൽകുന്നതാണ്. ഇനി ചോദ്യകർത്താക്കൾക്ക് ചോദ്യം ആരംഭിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചോദ്യം ഖുർആനിനെ സംബന്ധിച്ചാണ്. ബഹുമാനപ്പെട്ട ഫൈസൽ ഉസ്താദ് ഖുർആനിന്റെ ചരിത്രത്തിന്റെ കൃത്യതയെക്കുറിച്ച് വിഷയാവതരണത്തിൽ പരാമർശിക്കുകയുണ്ടായി. എന്നാൽ ഖുർആനിൽ ഫിർഔൻ തന്റെ കീഴുദ്യോഗസ്ഥനായ ഹാമാനോട് ജഗനീതാവായ അള്ളാഹുവിനെ വധിക്കാൻ വേണ്ടി ഒരു കെട്ടിടം പണിയാൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ചരിത്രം ഖുർആനിലുണ്ട്. എന്നാൽ ഈ ഹാമാൻ എന്നത് ഫിർഔനിന്റെ കാലത്ത് ജീവിച്ചിരുന്നതായി ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് എസ്തേറിന്റെ പുസ്തകങ്ങളിൽ അഹ്ഷറോഷ് എന്ന രാജാവിന്റെ കീഴുദ്യോഗസ്ഥനായ ഹാമാനിനെ മാത്രമേ ചരിത്രത്തിന് ഓർമ്മയുള്ളൂ. അതല്ലാതെ മൂസാ നബിയുടെ കാലത്ത് ഒരു ഹാമാൻ ജീവിച്ചിരുന്നതായി ചരിത്രത്തിൽ തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ, അങ്ങനെ തെളിവ് ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷനറിമാർ പറയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ എസ്തേറിന്റെ പുസ്തകങ്ങളിലെ ഈ വിവരണം ഖുർആനിൽ കടത്തിക്കൂട്ടി എന്ന ആരോപണം ശരിയാവുകയില്ലേ എന്നതാണ് എന്റെ ചോദ്യം. ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. വിശദീകരണത്തിന് ആവശ്യമില്ലാത്ത വിധം സാധാരണ ക്രിസ്ത്യൻ മിഷണറിമാർ ഖുർആനിനെതിരെ എഴുതിവിടുന്ന ഒരു ചോദ്യമാണിത്. ഹാമാൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഫിറഔന്റെ കാലത്ത് ഹാമാൻ എന്നൊരാൾ ജീവിച്ചിരുന്നതായും ഹാമാനോട് ഒരു കെട്ടിടം പണിയാൻ വേണ്ടി ഫിറഔൻ ആവശ്യപ്പെടുന്നതായും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഖുർആനിലെ 28-ാമത്തെ അധ്യായത്തിന്റെ സൂറത്തിന്റെ 38-ാമത്തെ വചനത്തിലും 40-ാം അധ്യായത്തിന്റെ 36, 37 വചനങ്ങളിലും ഈ സംഗതി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബൈബിളാണ് ചരിത്രമെന്നും അതിനപ്പുറം ചരിത്രമില്ലെന്നും മനസ്സിലാക്കിയ ചില ആളുകൾ ഇങ്ങനെ ഹാമാൻ എന്നൊരാളെ കുറിച്ച് ബൈബിളിൽ പരിശോധന നടത്തിയപ്പോൾ മോശെ പ്രവാചകന്റെ കാലത്ത് അങ്ങനെ ഒരു ഹാമാനെ കാണുന്നില്ല. മറിച്ച് അവർ ഹാമാനെ കാണുന്നത് അഹശ്വേരോശ് രാജാവിന്റെ കീഴിലെ ഒരു പ്രഭുവായിട്ടാണ്. എസ്തേറിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഹാമാനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ മുഹമ്മദ് നബിക്ക് ധാരണപ്പിശക് സംഭവിച്ചതാണ് എന്നും ചരിത്രാബദ്ധമാണ് ഖുർആനിൽ വന്നതും എന്നുമാണ് ഇവരുടെ ഒരു വാദം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബൈബിളിലുള്ള ചരിത്രങ്ങൾ പിൽക്കാലത്ത് യേശുവിന്റെ ഒക്കെ കുറെ കാലങ്ങൾക്കു ശേഷം കേട്ടുകേൾവിയിൽ നിന്നും എഴുതപ്പെട്ടതായതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന പാകപ്പിഴവുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ബൈബിളിൽ അബ്രഹാമിന്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് ഫറോവ എന്ന് 6 തവണ വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഫറോവ എന്ന് ഈജിപ്തിലെ രാജാക്കന്മാർക്ക് വിളിക്കാൻ തുടങ്ങുന്നത് അത് ഈജിപ്റ്റോളജിയെ കുറിച്ച് പുതിയ പഠനങ്ങൾ ഇപ്പൊ നടന്നിട്ടുണ്ട്. ഈജിപ്റ്റോളജിയാണ് ഈജിപ്തിനെ കുറിച്ചുള്ള പഠനം. പുരാതന ഈജിപ്ത്, മധ്യകാല ഈജിപ്ത്, അതുപോലെ തന്നെ ആധുനിക ഈജിപ്ത്, ഇങ്ങനെ 3 ഈജിപ്തിനെ 3ആക്കി തിരിച്ചിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൽ ന്യൂ കിങ്ഡത്തിന്റെ കാലഘട്ടത്തിലാണ് രാജാക്കന്മാരിലേക്ക് ചേർത്തിക്കൊണ്ട് ഫറോവ എന്ന് വിളിക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഫറോവ എന്ന നാമം ഗ്രേറ്റ് ഹൗസ്, മഹാഭവനം എന്നതിൽ നിന്ന് നിഷ്പന്നമായതാണ്. ആദ്യം അങ്ങനെ ഭവനങ്ങളെ കുറിച്ചും പിന്നീട് രാജാവിലേക്ക് ചേർത്തിയിട്ടും പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. പക്ഷെ ബൈബിൾ എഴുതുന്ന ആളുകൾ ഈ ചരിത്രം എഴുതുന്ന കാലത്തൊക്കെ ഇങ്ങനെ പരിശോധിക്കുമ്പോ ഈജിപ്തിലെ രാജാക്കന്മാരെ കുറിച്ച് ഫറോവ എന്നാണ് കാണുന്നത്. അപ്പൊ അവർ വിചാരിച്ചു ഈജിപ്തിലെ രാജാക്കന്മാർക്ക് പൊതുവെ ഫറോവ എന്നാണ് പറയുക എന്ന്. അതുകൊണ്ട് അബ്രഹാമിന്റെ കാലത്തെ, പൗരാണിക കാലത്തെ ഈ രാജാവിനെ കുറിച്ചും അവരെന്ത് പറഞ്ഞു? ഫറോവ എന്ന് പറഞ്ഞു. യോസേഫിന്റെ കാലത്തെ രാജാവിനെ കുറിച്ചും അവർ ഫറോവ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോശെ പ്രവാചകന്റെ കാലത്തെ ഇവരെ കുറിച്ചും രാജാവിനെ കുറിച്ചും ഫറോവ എന്ന് ബൈബിൾ 120 തവണ ഫറോവ എന്ന് കാണുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കൂ, യോസേഫിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് അതിൽ പറയുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരെ കുറിച്ചൊക്കെ, മറ്റു രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഖുർആൻ ഫറോവ എന്ന് പറയുന്നില്ല. മറിച്ച് മോശെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഫിർഔൻ എന്ന വാക്ക് ഖുർആൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ആധുനിക കാലത്ത് വന്ന ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നമ്മൾ വിശുദ്ധ ഖുർആനിൽ തെറ്റില്ലാതെ കാണാൻ സാധിക്കുന്നു, ബൈബിളിൽ തെറ്റായി കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്? ഈജിപ്റ്റോളജി വികസിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈജിപ്തിൽ പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്ന ലിപി ഈ ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ ചരിത്രാന്വേഷണത്തിലൂടെ വായിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അന്ന് ഉപയോഗിച്ചിരുന്ന ലിപിയുടെ പേര് ഹീറോഗ്ലിഥുകൾ എന്നാണ്. ഈ ഹീറോഗ്ലിഥുകളിൽ അന്നുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഹീറോഗ്ലിഥുകൾ ഇന്നുള്ള ചരിത്രകാരന്മാർ വായിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ വായിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പല വിവരണങ്ങളും കിട്ടി. ഇപ്പൊ ഹാമാൻ എന്ന് പറയുന്ന ഒരാൾ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നത്
ബൈബിളിൽ അതില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന് ഹീറോഗ്ലിഫുകളുടെ കുറിച്ചുള്ള പഠനം പുരോഗമിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരാൾ അന്ന് ജീവിച്ചിരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മോറിസ് ബുക്കായി എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. അദ്ദേഹം ഹീറോഗ്ലിഫുകളെ കുറിച്ച് പഠിക്കുന്ന ഒരാള് അടുക്കൽ പോയിട്ട് ഹാമാൻ എന്ന് ഹീറോഗ്ലിഫ് ലിപിയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഹാമാൻ എന്ന് ഹീറോഗ്ലിഫ് ലിപിയിൽ എഴുതിയത്, ആവശ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഗ്രന്ഥത്തിൽ 6-ാം നൂറ്റാണ്ടിൽ അവതീർണമായ ഒരു ഗ്രന്ഥത്തിൽ ഈജിപ്തിലെ പൗരാണിക ഈജിപ്തിൽ ജീവിച്ച മോശയുടെ കാലത്ത് ജീവിച്ച ഒരു ആളെ കുറിച്ച്, ഹാമാൻ എന്നൊരാളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഹീറോഗ്ലിഫ് ലിപിയിൽ ഹാമാൻ എന്ന് എഴുതുന്നത് എങ്ങനെയെന്ന് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഏതായിരുന്നാലും 6-ാം നൂറ്റാണ്ടിൽ അവതീർണമായി അല്ലെങ്കിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ ഹാമാൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഹീറോഗ്ലിഫുകൾ വായിക്കപ്പെടാത്ത ഒരു കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് 6-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കൃതിയിൽ കാണാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഹീറോഗ്ലിഫുകളൊക്കെ വായിക്കാൻ ഇതൊക്കെ തുടങ്ങിയത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് അന്ന് ജീവിച്ച ഒരാളെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു പുസ്തകത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു, എന്നാലും നിങ്ങൾ അതൊന്ന് എഴുതി തന്നാൽ എനിക്ക് ഉപകാരമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഹാമാൻ എന്ന് എഴുതേണ്ട രൂപം എഴുതി കൊടുത്തു. ഈ ഹാമാൻ എഴുതേണ്ട രൂപം എടുത്തിട്ട് അദ്ദേഹം ഇത് എവിടെയാണ് അന്വേഷിക്കാൻ ഞാൻ പോവേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഈജിപ്തിൽ ജീവിച്ച അന്ന് കാലത്ത് ജീവിച്ച ആളുകളുടെ അതുപോലെ വസ്തുക്കളുടെ സംജ്ഞനാമങ്ങൾ ഉള്ള ഒരു ഡിക്ഷണറി ഉണ്ട്. റാങ്കെ എഴുതിയ ഡിക്ഷണറി ഓഫ് പേഴ്സണൽ നെയിംസ് ഓഫ് ന്യൂ കിങ്ഡം എന്നാണ് ആ ഡിക്ഷണറിയുടെ പേര് തന്നെ. ആ ഡിക്ഷണറിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ കാണാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മോറിസ് ബുക്കായി പോയി അദ്ദേഹം മറിച്ചു നോക്കി, അദ്ദേഹം പരിശോധിച്ചു നോക്കി. മാഷാ അല്ലാഹ്, അദ്ദേഹം അത്ഭുത പരതന്ത്രനായി. അദ്ദേഹം പറയുന്നു, ഹാമാൻ എന്ന് അദ്ദേഹം എഴുതി തന്ന അതേ രൂപത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു എന്ന് മാത്രമല്ല, അതിലെഴുതിയിരുന്നു ഫറോവാന്റെ രാജകൊട്ടാരത്തിലെ കരിങ്കൽ കോറികളുടെ തൊഴിലാളികളുടെ നേതാവ് എന്ന അദ്ദേഹത്തിന്റെ തൊഴിൽ പോലും അതിലെഴുതിയിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹാമാനോട് കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത്തരം പണികളുടെ ചീഫ് ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന ആളായിരുന്നു ഇത് എന്ന് പുതിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബൈബിളാണ് ചരിത്രമെന്നും അതിന്റെ പുറത്തേക്ക് ചരിത്രമില്ല എന്നും മനസ്സിലാക്കി ആളുകൾ മനസ്സിലാക്കി. അഹശ്വേരോസ് രാജാവിന്റെ കാലത്ത് എസ്തേറിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ത്, ഒരു ഹാമാൻ ഉണ്ട്, ആ ഹാമാൻ തെറ്റ്. യഥാർത്ഥത്തിൽ എസ്തേറിന്റെ പുസ്തകം തന്നെ അത് വേദത്തിൽ പെട്ടതാണോ അല്ലേ എന്ന് തർക്കം ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പുസ്തകം ആരംഭിച്ചുകൊണ്ട് ഈ ഒരു വിഷയം എഴുതേണ്ട കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് വ്യക്തമായി പുലരുകയും അത് ഖുർആന്റെ അമാനുഷികൾക്ക് ഒരു തെളിവായി നമുക്ക് ഉദ്ധരിക്കാനും സാധിക്കും. ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് മൈക്ക് കൈമാറാവുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഹാമാൻ ജീവിച്ചിരുന്നതായി തെളിവുണ്ട്. എന്നാൽ ഫിർഔന്റെ കാലത്ത് അഥവാ മൂസാ നബി ജീവിച്ച കാലഘട്ടം ഈജിപ്തിലെ 18-ാം രാജഭരണ കാലഘട്ടത്തിലാണ് മൂസാ നബി ജീവിച്ചത്. അന്ന് ഈജിപ്തില് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ട് കെട്ടിടം പണിയുന്ന ഒരു വിദ്യ അന്ന് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് മൂസാ നബി ജീവിച്ച ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിദ്യ അഥവാ റോമക്കാരുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇഷ്ടിക ചുട്ടെടുത്ത് കെട്ടിടം പണിയുന്ന ഈ വിദ്യ പ്രാബല്യത്തിൽ വന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് ഇഷ്ടിക ചുട്ടെടുത്തുകൊണ്ട് കെട്ടിടം നിർമ്മിക്കുന്ന വിദ്യ പിൽക്കാലത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം വന്നതാണെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ മോശയുടെ കാലത്ത് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ അങ്ങനെ ഉണ്ട് എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. ഖുർആൻ എന്ന് കിട്ടുന്നത് അത് ചരിത്രാബദ്ധമല്ലേ എന്നാണ് ചോദ്യം. സുഹൃത്തിനോട് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് തിരുത്തലുകൾക്ക് വീണ്ടും വീണ്ടും വിധേയമായി കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ആദ്യം ഒരു ചരിത്രം പറയും, പിന്നെ പുതിയ അന്വേഷണം വരുമ്പോൾ വീണ്ടും അത് തിരുത്തും, പിന്നീട് വേറെ ഒരു ചരിത്രം പറയും, പിന്നീട് വീണ്ടും പുതിയ തെളിവുകൾ കിട്ടുമ്പോൾ അതും തിരുത്തും. അങ്ങനെയുള്ളതാണ് ഈ പറയുന്ന ഇഷ്ടിക കൊണ്ട് ചുട്ടെടുക്കുന്ന വിദ്യ. ആദ്യകാലത്ത് അറിയില്ലായിരുന്നു എന്ന് മുമ്പ് ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നു.
പിന്നീട് അവർ തന്നെ ആ ചരിത്രം തിരുത്തിയിട്ടുണ്ട് എന്നതാണ് ശരി. ബ്രിക് ആർക്കിടെക്ചർ ഇൻ ഈജിപ്ത് എന്ന പേരിൽ പുതിയ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ സ്പെൻസർ എഴുതിയ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിക് ആർക്കിടെക്ചർ ഇൻ ഏൻഷ്യന്റ് ഈജിപ്ത് എന്നാണ്. പുരാതന ഈജിപ്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 18ാം രാജവംശത്തിന്റെയും മുമ്പ് തന്നെ ഈജിപ്തിൽ ബ്രിക് ആർക്കിടെക്ചർ, ഇഷ്ടിക കൊണ്ട് കെട്ടിടമുണ്ടാക്കുന്ന വിദ്യ ഉണ്ടായിരുന്നു എന്ന് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബ്രിക് ആർക്കിടെക്ചർ ഇൻ ഏൻഷ്യന്റ് ഈജിപ്ത് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പുത്തനത്താണിൽ നിന്ന് വരുന്ന എം.കെം സ്റ്റുഡൻ്റ് ആണ്. കമ്പാരിറ്റീവ് റിലീജിയൻ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് കുറേ ധാരാളം സംശയങ്ങളുണ്ട്. എൻ്റെ ഫസ്റ്റ് ചോദ്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അപേക്ഷ മുന്നോട്ട് വെക്കുകയാണ്. ഒരു വിഷയത്തിലൊരു ചോദ്യം, അതിൻ്റെ ഉപചോദ്യം എന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു എന്നാണത്. ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ 2ാം ഘട്ടം വിഷയാവതരണത്തിൽ പലപ്പോഴും ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കപ്പെട്ടപ്പോഴൊക്കെയും യഹോവ യഹോവ എന്നാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിനെ അയച്ചതും മോശയെ അയച്ചതും തുടങ്ങിയ പ്രവാചകന്മാരെ അയച്ചതൊക്കെയും യഹോവയാണെന്ന് ബൈബിൾ വ്യക്തമായി പ്രസ്താവിക്കുന്നതാണ് അർത്ഥം. എന്നാൽ ഖുർആനിലോ ഹദീസിലോ യഹോവ എന്ന പ്രയോഗം വളരെ അപ്രാപ്യമായി കാണുന്നു. അത് അത്തരമൊരു പ്രയോഗം ഖുർആനിലോ ഹദീസിലോ കാണുവാനില്ല. ഒന്നുകിൽ യേശുവിനെയും മോശയും അയച്ചത് യഹോവയും അള്ളാഹും തമ്മിൽ എന്തോ വൈരുദ്ധ്യമുണ്ടോ, അഥവാ യേശുവിനെയും മോശയും അയച്ച ദൈവം തന്നെയല്ലേ അള്ളാഹുവിനെ അയച്ചത്? എറണാകുളത്ത് വെച്ച് 2009 നവംബർ 1 ഇസ്ലാം വിശ്വാസികൾ വിശ്വസിക്കുന്ന അള്ളാഹുവും ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്ന യഹോവയും ഒരേ വ്യക്തിയാണോ എന്ന ചോദ്യം ചർച്ച ചെയ്തുകൊണ്ട് സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് ഇന്ത്യ എന്ന് പറയുന്ന കേരളത്തിലെ ഇന്ന് ഏറ്റവും കൂടുതൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടക്കുകയുണ്ടായി. ആ പരിപാടിയിൽ പ്രധാനമായി അവർ മുന്നോട്ട് വെച്ച ഒരു ആരോപണങ്ങളിലൊന്നാണ് ഇപ്പോ സുഹൃത്ത് ചോദിച്ചത്. അതായത് വിശുദ്ധ ഖുർആനിൽ തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ അഹ്ലു കിതാബിന്റെ സംബോധന ചെയ്യുന്ന ഒരു ആയത്തുണ്ട്. വേദഗ്രന്ഥം നൽകപ്പെട്ടിരുന്ന പൂർവകാല സമൂഹങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മൾ തമ്മിൽ യോജിപ്പിലുള്ള ഒരു വിഷയമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആ ഒരു ആദർശത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനിനെ എടുത്തുദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിൽ സുസമ്മതമായ ദൈവത്തിന്റെ പേര് അള്ളാഹു ആണ് എന്ന് നിങ്ങൾ ഖുർആൻ പറയുന്നു, എന്നാൽ അള്ളാഹു എന്ന പേര് ബൈബിളിലില്ല. യഥാർത്ഥ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ്. അത് ഖുർആനിലുമില്ല, ഹദീസിലുമില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് യഹോവ എന്ന യഥാർത്ഥ ദൈവത്തിന്റെ പേര് അറിയുമായിരുന്നില്ല എന്നതുകൊണ്ട് ദൈവത്തിന്റെ പേര് കൂടി അറിയാത്ത ഒരാളെ അദ്ദേഹത്തിന്റെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാൻ നിവൃത്തിയില്ല എന്നാണ് പാസ്റ്റർ ജെറി തോമസ് എന്ന് പറഞ്ഞത്. ഖുർആനിൽ എന്താണ് പ്രിയ സ്നേഹിതരെ? ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദിന് യഹോവ എന്നുള്ള നാമം കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഖുർആനിൽ ഒരു പ്രാവശ്യം പോലും യഹോവ എന്ന നാമം ഇല്ല. അത് ഖുർആനിൽ മാത്രമല്ല ഹദീസുകളിലുമില്ല. പ്രിയ സ്നേഹിതരെ, ഏകസത്യ ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് ഏകസത്യ ദൈവത്തിന്റെ പേരറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തെ ആരാണ് അയച്ചത്? അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ മോശയെ അയച്ച ദൈവമല്ല. അദ്ദേഹത്തെ അയച്ചത് പ്രവാചകനായ ദാവീദിനെ അയച്ച ദൈവമല്ല. ഇതേ ഉദ്ധരണി പലപ്പോഴായി അവരുടെ പല പുസ്തകങ്ങളിലും ഇസ്ലാമിക പ്രവർത്തകർക്ക് നേരെ ഉന്നയിക്കാറുള്ളതാണ്. എന്റെ തിരിച്ചുണ്ടായിരുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തകർക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ചോദ്യം, അറബി ഭാഷ സംസാരിക്കുന്ന നാടുകളിലും ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർ അവരുടെ ദൈവത്തെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? എങ്ങനെയാണ് അവർ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്?
മലയാളം ബൈബിളിൽ ദൈവം ഒരുവനല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരുണ്ട് എന്നതിന് അറബി ബൈബിൾ എടുത്ത് നോക്കിയാൽ കാണാം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു ഒരുവനല്ലാതെ. എന്ന് മാത്രമല്ല, ഈ പരിപാടിയുടെ ഉദ്ഘാടന സദസ്സിൽ അറബി ബൈബിൾ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിച്ചപ്പോൾ ആദ്യത്തെ 3 വചനങ്ങളിൽ 3 തവണ അല്ലാഹു എന്ന് ആലാപനം ചെയ്തത് എടുത്തുവെച്ച് ഇതിന്റെ മറുപടി പ്രസംഗം ഇറങ്ങി അറബി ബൈബിളിലെ മത്തായിയുടെയും മാർക്കോസിന്റെയും ലൂക്കോസിന്റെയും യോഹന്നാന്റെയും സുവിശേഷത്തിൽ മാത്രം ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ 262 തവണ അല്ലാഹു എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്ന പദമാണ് അറബികളായ ക്രിസ്ത്യാനികൾ ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വിളിക്കുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ അറബികളായ ക്രിസ്ത്യാനികൾക്ക് യഥാർത്ഥ ദൈവത്തിന്റെ പേരറിയുമോ ഇല്ലയോ? ഈ സംഭവത്തിന് ശേഷം ഈ CD ഈ പ്രഭാഷണം നടത്തിയ ആളുകൾക്ക് നേരിട്ട് എത്തിച്ചതാണ്. അവരിതുവരെ മറുപടി പറഞ്ഞതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്ന് മാത്രമല്ല, സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ മിഷണറി ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകനായ ജോർജ് ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരനുമായി ഈ വിനീതൻ പലതവണ ഇമെയിലിലൂടെ സംവദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാനും തമ്മിലുണ്ടായിരുന്ന ചർച്ചയുടെ കാതൽ ഇതേ വിഷയത്തിൽ ഊന്നി നിന്നായിരുന്നു. അതായത് യഥാർത്ഥ ദൈവത്തിന്റെ പേര് യഹോവ എന്ന് ആണെന്ന് ബൈബിൾ വെച്ച് സ്ഥാപിക്കാൻ കഴിയുമോ എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച സംശയം. ആ ചോദ്യത്തിന് ഇന്ന് വരെയും മറുപടി തന്നിട്ടില്ല. അദ്ദേഹം ഒരിക്കൽ ബൈബിളിൽ നിന്ന് ഒരു ഉദ്ധരണി എനിക്ക് അയച്ചു തന്നു. അവന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്ന്. അതായത് ദൈവത്തിന്റെ പേര് യഹോവ ആണ് എന്ന് ബൈബിളിൽ നിന്നൊരു ഉദ്ധരണി അയച്ചു തന്നപ്പോൾ ഞാൻ അതിന്റെ അറബിക് ബൈബിൾ പരിശോധിച്ചു നോക്കി. സൈന്യങ്ങളുടെ യഹോവ എന്നതിന് പകരം റബ്ബുൽ ജുനൂദ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്തു നോക്കി, ദ ലോർഡ് ഓഫ് ഹോസ്റ്റസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, സഹോദര, മോശെ എന്ന പേര് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുമ്പോൾ മോസസ് എന്നാവാം, അറബികൾ ഉപയോഗിക്കുമ്പോൾ മൂസ എന്നാകാം. ചെറിയ ചെറിയ ഉച്ചാരണ ഭേദങ്ങൾ അവരുടെ ഭാഷയുടെ സ്വഭാവത്തിനനുസരിച്ച് ഉണ്ടായെന്ന് വരാം. അബ്രഹാം എന്നത് ഇബ്രാഹിം എന്ന് ഉച്ചരിച്ചെന്ന് വരാം. ജീസസ് എന്നത് യേശസ് എന്നോ യേശു എന്നോ ആവാം, അല്ലെങ്കിൽ ഈസ എന്നാവാം. എന്നാൽ ഒരു പേരായിരുന്നുവെങ്കിൽ ആ പേര് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. സൈന്യങ്ങളുടെ യഹോവ എന്ന പദം റബ്ബുൽ ജുനൂദ് എന്നും അല്ലെങ്കിൽ ലോർഡ് ഓഫ് ഹോസ്റ്റസ് എന്നും എന്റെ കയ്യിൽ ഇവിടെ ബൈബിൾ ഉണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ, ഗുഡ് ന്യൂസ് ബൈബിൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളം ബൈബിളിൽ യഹോവ എന്ന് പ്രയോഗിച്ചിടത്തെല്ലാം ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള ലോർഡ് എന്നാണ്. ലോകത്തെ വ്യത്യസ്ത ഭാഷകളിൽ മുസ്ലിമീങ്ങൾ സംസാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ലോകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം അള്ളാഹു എന്ന പദത്തിന്റെ ട്രാൻസ്ലേഷൻ, അതിന്റെ വിവർത്തനം, പരിഭാഷ ഉപയോഗിക്കുന്നതായി നമുക്കറിയില്ല. അതൊരു പേരായതുകൊണ്ട് ആർക്കും അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ് എങ്കിൽ അത് സ്ഥാപിക്കേണ്ടത് ബൈബിൾ കൊണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഹോരേബ് പർവ്വതത്തിൽ വെച്ച് മോശെ പ്രവാചകന് ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവം ബൈബിളിൽ പറയുന്നത് കാണാം. എന്നിട്ട് പറയുന്നു, ഞാൻ അബ്രഹാമിനും യസഹാക്കിനും യാക്കോബിനും ഒക്കെ പ്രത്യക്ഷപ്പെട്ട സർവശക്തനായ യഹോവയാകുന്നു, പക്ഷേ ഈ നാമത്തിൽ ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടില്ല എന്ന്. അതായത് യഹോവ എന്ന പേര് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് ആദ്യമായിട്ട് ലഭിച്ചത് മോശെ പ്രവാചകനാണെന്നാണ് ബൈബിൾ പറഞ്ഞത്. അതിന്റെ മറുപടി ബൈബിളിൽ തന്നെ അപ്പുറത്ത് കാണാം. മോശെ പ്രവാചകനേക്കാളും 7 തലമുറ മുമ്പ് ജീവിച്ച അബ്രഹാം, അദ്ദേഹം ദൈവത്തെ യഹോവ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ബൈബിളിലുണ്ട്. യാക്കോബ് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ബൈബിളിലുണ്ട്. യസഹാക്ക് അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത് ബൈബിളിലുണ്ട്. ചുരുക്കത്തിൽ യഹോവ എന്ന് പറയുന്ന പേര്
ദൈവത്തിന്റെ നാമമാണ് എന്ന് വഹിയായി അല്ലെങ്കിൽ ദൈവിക സന്ദേശമായി ഇറങ്ങിയപ്പോൾ ദൈവം നടത്തിയ പ്രസ്താവന പോലും ബൈബിൾ പ്രകാരം തെറ്റാണ്. പലതവണ ഞാൻ ചോദിച്ചു. എന്ന് മാത്രമല്ല, യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്നാണല്ലോ ക്രിസ്ത്യാനികളുടെ വിശ്വാസം. എന്നാൽ യേശുക്രിസ്തു ഏലി ഏലി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് ബൈബിളിൽ കാണാം. എലോഹി എലോഹി എന്ന് വിളിക്കുന്നത് കാണാം. അതേപോലെ പിതാവേ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്നത് കാണാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്നത് കാണാം. പിതാവേ എന്നും ദൈവമേ എന്നും അഭിസംബോധന ചെയ്യുന്ന യേശു ഒരിക്കൽ പോലും യഹോവ എന്ന് വിളിച്ചതായി മത്തായിയുടെയോ മാർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷങ്ങളിൽ കാണാൻ കഴിയില്ല. ഏകസത്യ ദൈവത്തിന്റെ പേര് യഹോവ എന്നായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവെങ്കിലും ആ പദപ്രയോഗം നടത്തണമായിരുന്നു. അത് നടത്തിയിട്ടില്ല. രണ്ടാമതായി, യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ പേര് ബൈബിൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ ശിഷ്യന്മാരാരെങ്കിലും ദൈവത്തെ യഹോവ എന്ന് അഭിസംബോധന ചെയ്തതായി കാണാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ 4 സുവിശേഷങ്ങളിൽ മാത്രം ഒരൊറ്റ തവണ പോലും യഹോവ എന്ന് കാണാൻ കഴിയാതിരിക്കുമ്പോൾ അറബിയിലുള്ള ഈ സുവിശേഷം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ അള്ളാഹു എന്ന് 262 തവണ ഉപയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത്, യേശുക്രിസ്തുവിനെ അറിയാത്ത, യേശുക്രിസ്തുവിൽ നിന്ന് മതമെന്തെന്ന് പഠിക്കാൻ ഭാഗ്യം ലഭിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കറിയാത്ത ഒരു പേര്, അത് ബൈബിൾ പ്രവചിക്കുന്ന ദൈവത്തിന്റെ യഥാർത്ഥ നാമമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് എന്താണ് ഉള്ളത് എന്നാണ്. മലയാളം ബൈബിളിൽ യഹോവ എന്നുണ്ട്, അറബി ബൈബിളില്ല, തമിഴ് ബൈബിളിലില്ല, മറ്റനേകം ഭാഷകളുടെ ബൈബിൾ എടുത്തു നോക്കാം. യഹോവ എന്ന പദത്തിന്റെ മൂലഭാഷ ഏതാണോ ആ ഒരു ഭാഷയിൽ അതുണ്ട് എന്നല്ലാതെ. ഞാൻ അങ്ങനെ പറഞ്ഞു വെക്കാനുള്ള കാരണം, ഇത് ഒരു ചതുരാക്ഷരിയാണ്. YHWH എന്നാണ് ആദ്യകാല ബൈബിളുകളിൽ ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ വായിക്കണം? യാഹ്വേ എന്ന് വായിക്കണോ, യഹോവ എന്ന് വായിക്കണോ? അത് തന്നെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ജെ എന്ന് എഴുതിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊനൗൺസിയേഷൻ ഉണ്ട്, ജഹോവ. അങ്ങനെ വായിക്കണോ? അതോ വൈ എന്ന് എഴുതിയിട്ട് യഹോവ എന്ന് വായിക്കണോ? ഇപ്പോഴും ബൈബിൾ പണ്ഡിതന്മാർക്ക് തീരുമാനമായിട്ടില്ല. വേദശബ്ദരത്നാകരം എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും ആധികാരികമായ ബൈബിൾ നിഘണ്ടു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ കർത്താവ് പറയുന്നത് ഇങ്ങനെ ഉച്ചരിക്കാൻ തുടങ്ങിയത് എന്നാണെന്ന് പോലും ആർക്കും അറിയില്ല എന്നാണ്. എങ്കിൽ എന്നാണ് യേശുക്രിസ്തുവിന് പരിചയമില്ലാത്ത യഹോവ എന്ന് പറയുന്ന പേര്, അതല്ലെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് പരിചയമില്ലാത്ത യഹോവ എന്ന പേര്, അല്ലെങ്കിൽ പാസ്റ്റർ ജെറി തോമസ് പറയുന്ന ഏകസത്യ ദൈവത്തിന്റെ പേര് എന്ന് മുഹമ്മദ് നബിക്ക് പരിചയമില്ലാത്ത, ഖുർആനിലോ ഹദീസിലോ പരാമർശിച്ചു കാണാത്ത ആ പേര് എന്ന് മുതലാണ് ബൈബിളിൽ സ്ഥാനം പിടിച്ചത്? എന്ന് മുതലാണ് നിങ്ങൾ അത് യഹോവ എന്ന് വിളിക്കാൻ ആരംഭിച്ചത് എന്ന ചോദ്യത്തിനെങ്കിലും മിനിമം ഉത്തരം പറയാൻ ക്രൈസ്തവ പണ്ഡിതർ ബാധ്യസ്ഥരാണ്, അല്ലെങ്കിൽ പാസ്റ്റർ ജെറി തോമസ് എങ്കിലും ബാധ്യസ്ഥരാണ്. ദൈവത്തിന് പേരിടുന്ന രീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ ഇട്ടുകൊടുത്ത പേര്, ദൈവം സ്വയം അവകാശപ്പെട്ട പേരല്ല. രീതി പ്രാചീന കാലത്ത് പശ്ചിമേഷ്യൻ സമൂഹങ്ങളിൽ സുസാധാരണമായിരുന്നു. YHWH എന്ന ചതുരാക്ഷരി ഏതാണ്ട് 7000 പ്രാവശ്യം പഴയ നിയമത്തിൽ കാണുന്നു. ഈ ഉച്ചാരണം യാഹ്വേ പ്രവാസാനന്തര കാലത്ത് ഉണ്ടായതാണ്. പ്രവാസം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം മദിയനിലേക്ക് പോയതായ ഒരു സംഭവം പറയുന്നത് കാണാം. അതേക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ ശബ്ദം ഉച്ചരിച്ചിരുന്നത് എന്ന് കൃത്യമായി പറഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ പ്രവാസ കാലഘട്ടത്തിന് മുമ്പ് എങ്ങനെയാണ് ഈ പദം ഉച്ചരിച്ചിരുന്നത് എന്ന് പോലും ക്രൈസ്തവ പണ്ഡിതന്മാർക്ക് തീരുമാനമായിട്ടില്ലാത്ത ഒരു പദമാണ് ഏകസത്യ ദൈവത്തിന്റെ പേര് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രൂഫ് ഹാജരാക്കൂ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട വിശ്വാസി പറയുകയുണ്ടായി, ഹോരേബ് മലയിൽ വെച്ച് ദൈവവുമായി മോശ പ്രവാചകൻ കണ്ടുമുട്ടിയ ഒരു സന്ദർഭം, കൂടിക്കാഴ്ചയുടെ സന്ദർഭം.
എന്നാൽ ഇതേ സന്ദർഭം ഖുർആനിൽ വിവരിച്ചിരിക്കുന്ന ഇന്നകബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന പ്രയോഗം ഉണ്ടാകും. അവിടെ തുവ എന്ന പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. എന്നാൽ തുവ എന്നൊരു സ്ഥലം ലോകത്തുനിന്ന് എവിടെയും കാണുവാനില്ല. എന്നാൽ മാത്രമല്ല ബൈബിൾ പ്രയോഗിച്ചിട്ടുള്ള ഹൊരേബ് എന്ന സ്ഥലം ഇന്ന് സീനായി മലയിൽ അവിടേക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്, ടൂറിസ്റ്റ് യാത്രകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഖുർആന് പെശക് പറ്റിയതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? സുഹൃത്തിന്റെ ചോദ്യം, ഹൊരേബ് മലയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ അത് പറയുമ്പോൾ ഖുർആൻ പ്രയോഗിക്കുന്നത് തുവ എന്നാണ്. തുവ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഒരു വാദി, ഒരു താഴ്വര ഉള്ളതായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ നമുക്ക് 2 സ്ഥലത്ത് ഈ പ്രയോഗം കാണാൻ സാധിക്കുന്നതാണ്. എന്നിടത്ത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ. ഈ തുവ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് തുവ എന്ന പ്രയോഗമാണോ ഹൊരേബ് എന്ന പ്രയോഗമാണോ ഏറ്റവും കൃത്യവും സൂക്ഷ്മതയുമുള്ളത് എന്നതാണ്. ഞാൻ പറയട്ടെ, ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പ്രയോഗം കൊണ്ട് ആ പ്രദേശത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ആ പ്രദേശത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേ പ്രകാരം തന്നെ ആ പ്രദേശത്തിന്റെ രൂപം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 3 സവിശേഷതകളുള്ള ഒരു പദമാണ് തുവ എന്ന് പറയുന്ന പ്രയോഗം. കാരണം തർജമാനുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തുവ എന്നത് അങ്ങനെ പറയാനുള്ള, വിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം ലിഅന്ന മൂസ അലൈഹിസ്സലാം തവാഹു ബില്ലൈൽ ഇത് മർറ ബിഹി ഫർതഫഅ ഇലാ അയലൽ വാദി എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാം അതിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ പെട്ടെന്ന് വല്ല ലിഫ്റ്റിൽ എന്ന പോലെ അങ്ങോട്ട് എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറെ പ്രദേശം താണ്ടേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിപ്പെട്ടു. ത്വയ്യുൽ സഫർ, ത്വയ്യുൽ മസാഫ എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ വഴി ദൂരം ചുരുക്കപ്പെട്ടുകൊണ്ട് എത്തിപ്പെടുന്നു. ഇതിന് അറബിയിൽ ത്വവ എന്ന് പറയും. അപ്പോ അതിന്റെ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്, ഇത് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസിൽ ലദീ തവൈതഹു തുവൻ എന്നാണ്. അവിടെ വിശുദ്ധ ഖുർആൻ മൗനം കൊണ്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. തവൈതഹു എന്ന ക്രിയയുടെ ക്രിയാനാമമായിട്ടാണ് എന്ത് തുവൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് തർജുമാനുൽ ഖുർആൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഈ ചരിത്രത്തിലേക്ക് അതിൽ നിന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ തുവ എന്ന വാക്കിന് ഒരു കിണർ പോലെ വൃത്താകൃതിയിലുള്ള ഒരു ആഴമുള്ള പ്രദേശം എന്ന് ഒരർത്ഥമുണ്ട്. നിങ്ങൾക്ക് ആ ഇതിൽ അതിന്റെ തുവ പ്രദേശത്തിന്റെ ഫോട്ടോസ് കാണാൻ സാധിക്കുന്നതാണ്. 2-3 പിക്ചറുകൾ ഉണ്ട്. ആ പ്രദേശത്തിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു രീതി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോ ഖുർആൻ പറഞ്ഞ തുവ എന്ന പ്രയോഗം കൊണ്ട് ആ സീനാ പ്രദേശത്തിന്റെ രൂപം മനസ്സിലാക്കുന്നു, അതോടൊപ്പം അതിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, മഹാനായ ഹസൻ എന്നവർ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് സുന്നിയത്ത് ഫീഹിൽ ബറക്കത്തു വത്തഖ്ദീസു മർറത്തൈൻ എന്നാണ്. ഈ തുവ എന്നതിനർത്ഥം തുവിയത്ത് ഫീഹി തഖ്ദീസു വൽ ബറക്കത്തു, ബറക്കത്ത് പുണ്യം ഇരട്ടിപ്പിക്കപ്പെട്ട പ്രദേശം എന്നാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത ലഭിച്ചു. അപ്പൊ 2 വാചകം 3 അക്ഷരമേ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് അതിന്റെ ചരിത്രം ലഭിച്ചു, അതിന്റെ രൂപം ലഭിച്ചു, അതിന്റെ പ്രത്യേകതയും ലഭിച്ചു. എങ്കിലും അരോബ് എന്നത് സ്ഥലത്തിന്റെ ആ നാമമല്ലേ. എന്നാൽ ഖുർആൻ എന്തേ അത് പ്രയോഗിക്കാതിരുന്നത്? അതിന് ഖുർആന്റെ താളഭംഗിയുമായി ഒരു ബന്ധവും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ വാചകം ഖുർആനിൽ ആരംഭിക്കുന്നത് ഇങ്ങനെ, ഹല്ലതാക ഹദീസു മൂസ ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഇങ്ങനെ തസക്ക ഫതഖ്ശ കുബ്ര അസ യസ്ആ ഫനാദ അല ഊല യഖ്ശ ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഹൊരേബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ പ്രാസത്തിന്റെ താളഭംഗി നഷ്ടപ്പെടും. രണ്ടാമതൊരു സ്ഥലത്ത് 13 സൂക്തങ്ങളിലായി ഖുർആൻ ഇതേ ശൈലിയിലാണ് തശ്ഖ യഖ്ശ ഇസ്തവ സറ ഹുസ്ന മൂസ ഇതിന്റെ ഇടയിലാണ് തുവ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രത്യേകതകളോടൊപ്പം തന്നെ അലങ്കാര ശാസ്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടി തുവ എന്ന പ്രയോഗത്തിനുണ്ട്. പിന്നെ തുവ എന്ന നാമം അതിനില്ല എന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ അതിന് ബൈബിൾ
മാത്രമേ ചരിത്രപരമായി ശരിയുള്ളൂ എന്ന് പറയേണ്ടി വരും എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ മുഹമ്മദ് ഉലൈസ് വളാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒന്നാമത്തെ വിഷയാവതരകൻ പറയുകയുണ്ടായി ഖുർആനിൽ ശാസ്ത്രീയ അബദ്ധങ്ങൾ ഇല്ല എന്ന്. എന്നാൽ ശാസ്ത്രലോകം അസന്നിഗ്ധമായി പരമസത്യമായി പറഞ്ഞൊരു വസ്തുതയാണ് സൂര്യൻ തൽസ്ഥാനത്ത് നിൽക്കുകയാണ്, അത് സഞ്ചരിക്കുന്നില്ല എന്ന്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ 36-38 പറയുന്നു വശംസു തജിരി, സൂര്യൻ സഞ്ചരിക്കുന്നു എന്നത്. ശാസ്ത്രം പറയുന്നു സൂര്യൻ തൽസ്ഥാനത്ത് നിൽക്കുകയാണ് എന്നും ഖുർആൻ പറയുന്നു സൂര്യൻ സഞ്ചരിക്കുകയാണ് എന്നും. ഇത് തമ്മിൽ ശാസ്ത്രീയ വൈരുദ്ധ്യമല്ലേ? പിന്നെ ആധുനിക യുക്തിവാദികൾ പറയാറുണ്ട് മുഹമ്മദ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിനക്ക് മനസ്സിലായി സൂര്യൻ സഞ്ചരിക്കുകയാണെന്ന്. അദ്ദേഹം അത് ഖുർആനിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അപ്പൊ സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്നതാണ് ശാസ്ത്രീയ സത്യം. ഇവർ പ്രസിദ്ധീകരിച്ച അബ്ദുൽ ഫാദി എന്ന പേരിൽ ഒരു ക്രിസ്ത്യൻ സഹോദരൻ പ്രസിദ്ധീകരിച്ച ഖുർആൻ തെറ്റുകൾക്ക് അതീതമാണോ എന്ന പുസ്തകം ഈ ചോദ്യകർത്താവ് വായിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിലാണ് ഇങ്ങനെ ഒരു ഭീമാബദ്ധം പറഞ്ഞിരിക്കുന്നത്. എന്ത്? സൂര്യൻ ചലിക്കുന്നില്ല എന്നതാണ് ശാസ്ത്രീയമായ സത്യമെന്ന്. യഥാർത്ഥത്തിൽ അത് ഒരു ശുദ്ധ അസംബന്ധമാണ്. സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. അതോടൊപ്പം ആകാശഗംഗയെ ചുറ്റി സെക്കൻഡിൽ 220 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ സഞ്ചാരം പൂർത്തിയാക്കാൻ 250 മില്യൺ വർഷം വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സയൻസ് പറയുന്നത്. സയൻസ് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏതായിരുന്നാലും സൂര്യൻ ചലിക്കുന്നില്ല എന്നത് ഒരു ശാസ്ത്രീയ സത്യമാണ് എന്ന് സഹോദരൻ മനസ്സിലാക്കിയത് ഒരു അബദ്ധമാകുന്നു. പിന്നെ ഖുർആൻ പറയുന്നുണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ യാസീൻ സൂറത്തിൽ ആണ് 36-ാമത്തെ അധ്യായം എന്ന് പറഞ്ഞ യാസീൻ സൂറത്താണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസ്. ഈ വാക്യത്തിന് വിശുദ്ധ ഖുർആനിലെ ഈ സൂറക്ക് ശാസ്ത്രീയമായി യാതൊരു അബദ്ധവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് ഉണർത്തുന്നു. ഇനി വല്ല ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അതിന്റെ വിശദീകരണം പറയാം, അല്ലാതെ വിശദീകരണത്തിന് ആവശ്യമില്ല എന്നത്. കാരണം കുറെ ആളുകൾ ചോദ്യം ചോദിക്കാനുണ്ട്. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇത് സംബന്ധമായി രചിക്കപ്പെട്ട എല്ലാ ശാസ്ത്രീയ പുസ്തകങ്ങളിലും സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട്.